പ്രകാശമാവുന്ന സച്ചിദാനന്ദജ്ഞാനമേ, ഹർഷഭാവനാലോലതന്തുവിൽ തൂവും സാരസുഗന്ധമേ, സത്യവും ധർമ്മനീതി കാക്കുന്ന വിശ്വരക്ഷകരൂപമേ, വിശ്വരക്ഷകരൂപമേ, സർവജീവപ്രകാശമാവുന്ന സച്ചിദാനന്ദജ്ഞാനമേ, നിത്യവും നിന്റെ പാദപങ്കജം തൊട്ടു വന്ദിച്ചു വാഴ്ത്തുന്നു. മന്ദസ്മേരാഭമാണെങ്കിലും ഒരു കനലിൻ ചൂടെഴും പ്രൗഢഭാവം, സ്വന്തം നാടിൻ്റെ മുന്നിൽ പലവുരു പ്രകടിപ്പിച്ച സിംഹപ്രഭാവം, ചെന്നെത്തുന്നേടമെല്ലാം അതിശയകരമായി കീഴടക്കും സ്വഭാവം, മന്നത്താചാര്യ പാദസ്മരണ. പുളകമായി പൂത്തിറങ്ങട്ടെ നമ്മിൽ, പുളക
അഭിവന്ദനമഭിവന്ദനമാചാര്യ സ്മരണയ്ക്ക് അടിയങ്ങടെ അഭിവന്ദന നറുപുഷ്പദലങ്ങൾ അഭിവന്ദനമഭിവന്ദനമാചാര്യ സ്മരണയ്ക്ക് അടിയങ്ങടെ അഭിവന്ദന നറുപുഷ്പദലങ്ങൾ 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 അവിരാമ സമുദ്ധാരണ യത്നങ്ങൾ കൊണ്ടും അകളങ്കത്യാഗത്തിൻ സ്ഫുരണങ്ങൾ കൊണ്ടും അവിരാമ സമുദ്ധാരണ യത്നങ്ങൾ കൊണ്ടും അകളങ്കത്യാഗത്തിൻ സ്ഫുരണങ്ങൾ കൊണ്ടും അലസതൻ സുഖനിദ്രയിലാറാടിയ നായർ കവിടുത്തെ ജീവിതമൊരു മാതൃകയായി തീർന്നു മാതൃകയായി തീർന്നു അഭിവന്ദനമഭിവന്ദനമാചാര്യ സ്മരണയ്ക്ക് അടിയങ്ങടെ അഭിവന്ദന നറുപുഷ്പദലങ്ങൾ ഇരുൾ മൂടിയൊരീ നാടിനിടനാഴികൾ തോറും തിരിവെട്ടം തെളിയിക്കാൻ അവിടുന്നു ശ്രമിച്ചു ഇരുൾ മൂടിയൊരീ നാടിനിടനാഴികൾ തോറും തിരിവെട്ടം തെളിയിക്കാൻ അവിടുന്നു ശ്രമിച്ചു ഇനിയത്തെ തലമുറകൾക്കവിടുത്തെ നാമം ഹൃദയത്തിൽ സൂക്ഷിക്കാം അഭിമാനപൂർവം അഭിമാനപൂർവം അഭിവന്ദനമഭിവന്ദനമാചാര്യ സ്മരണയ്ക്ക് അടിയങ്ങടെ അഭിവന്ദന നറുപുഷ്പദലങ്ങൾ അതിഭാസുര ചരിതങ്ങൾ അവിടുത്തെ കഥകൾ അവ ഞങ്ങൾക്കെക്കാലവും ആവേശകരങ്ങൾ അതിഭാസുര ചരിതങ്ങൾ അവിടുത്തെ കഥകൾ അവ ഞങ്ങൾക്കെക്കാലവും ആവേശകരങ്ങൾ അവിടുന്നേ ഞങ്ങൾക്ക് ഗുരുതാതൻ നേതാവ് അവിടുന്നേ ഞങ്ങൾക്കൊരു നവവാസര സൂര്യൻ നവവാസര സൂര്യൻ അഭിവന്ദനമഭിവന്ദനമാചാര്യ സ്മരണയ്ക്ക് അടിയങ്ങടെ അഭിവന്ദന നറുപുഷ്പദലങ്ങൾ നറുപുഷ്പദലങ്ങൾ നറുപുഷ്പദലങ്ങൾ
പ്രാചീന കാലപ്രതാപങ്ങൾ അസ്തമിച്ചാചാരമുള്ളിൽ പടർപ്പുമൂടി മുന്നോട്ടു പോകാൻ കഴിയാത്ത ലക്ഷ്യങ്ങളൊന്നുമേ കാണാതെ വീർപ്പുമുട്ടി ഒന്നുമേ കാണാതെ വീർപ്പുമുട്ടി പ്രാചീന കാലപ്രതാപങ്ങൾ അസ്തമിച്ചാചാരമുള്ളിൽ പടർപ്പുമൂടി മുന്നോട്ടു പോകാൻ കഴിയാത്ത ലക്ഷ്യങ്ങളൊന്നുമേ കാണാതെ വീർപ്പുമുട്ടി ഒന്നുമേ വന്ദേ ശ്രീധരി പാർവതി പ്രിയസുതം ആചാര്യതേ മംഗളം വന്ദേ ഭാരത കേസരീന്ദ്ര സുമതേ കാരുണ്യവാരാനിധേ വന്ദേ ഹൃത്തട പത്മമധ്യ സുലസൻ ആചാര്യ തുഭ്യം നമഃ. മേഖലാ സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കുന്നതിന് ചുക്കാൻ പിടിക്കുന്ന ആരാധ്യനായ നായർ സർവീസ് സൊസൈറ്റിയുടെ നായക സഭാംഗവും തലശ്ശേരി താലൂക്ക് യൂണിയന്റെ ബഹുമാനായ പ്രസിഡന്റും ആയ ശ്രീ MP ഉദയഭാനു അവർകളെ യോഗസാധാരണമായ നടപടിയെന്ന രീതിയിൽ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സ്വാഗതം ആശംസിക്കുന്നു. തിരുവനന്തപുരം താലൂക്ക് യൂണിയന്റെ പ്രസിഡന്റും ആയിട്ടുള്ള ശ്രീ M സംഗീത് കുമാർ അവരുടെ സാന്നിധ്യമാണ്. എനിക്ക് തോന്നുന്നു ഈ മലബാർ ഭാഗത്ത് ആദ്യമായിട്ടായിരിക്കാം അദ്ദേഹം ഇങ്ങനെ ഒരു മേഖലാ സമ്മേളനത്തിലേക്ക് എത്തുന്നത്. വളരെ തിരക്ക് പിടിച്ച ശ്രീ M സംഗീത് കുമാർ അവർ നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നായർ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിന്റെ അകമഴിഞ്ഞ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ, തലശ്ശേരി താലൂക്ക് യൂണിയന്റെ പേരിൽ, തലശ്ശേരി മേഖലാ സമ്മേളന സംഘാടക സമിതിയുടെ പേരിൽ അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ ഏറ്റവും അടുത്ത താലൂക്ക് യൂണിയനായിട്ടുള്ള കണ്ണൂർ യൂണിയൻ നമ്മൾ 50ാം വാർഷികം ആഘോഷിക്കുമ്പോൾ, ഇവിടെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ ഏറ്റവും ക്ഷണിക്കപ്പെടേണ്ട അതിഥിയാണ് കണ്ണൂർ താലൂക്ക് യൂണിയൻ. അതുകൊണ്ട് തന്നെ കണ്ണൂർ താലൂക്ക് യൂണിയന്റെ അധ്യക്ഷൻ ശ്രീ AK രാമകൃഷ്ണൻ നമ്പ്യാർ നമുക്ക് അനുഗ്രഹ ഭാഷണത്തിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ബഹുമാനത്തോടു കൂടി നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. MM ഷജിത്ത് നമുക്ക് അനുഗ്രഹം ഏകാൻ വേണ്ടി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു. അദ്ദേഹത്തിന് ഈ യോഗത്തിന്റെ പേരിൽ, തലശ്ശേരി താലൂക്ക് യൂണിയന്റെ പേരിലും അതുപോലെ തന്നെ സംഘാടക സമിതിയുടെ പേരിലും സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. പത്മനാഭൻ നമ്പ്യാർ ഇവിടെ എത്തേണ്ടതാണ്. അദ്ദേഹത്തിന് ആരോഗ്യപരമായ കാരണങ്ങളാൽ ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ അഭാവത്തിലും അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു. ഈ മേഖലാ സമ്മേളനത്തിന്റെ സംഘാടകനും അതുപോലെ തന്നെ നായർ സർവീസ് സൊസൈറ്റിയിലെ പ്രതിസഭാ മെമ്പറുമായിട്ടുള്ള ഡോക്ടർ MK മധുസൂദനൻ അവർ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ബഹുമാനത്തോടു കൂടി സ്വാഗതം അർപ്പിക്കും. അവരെ ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. EV പ്രേമേന്ദ്രൻ നമ്പ്യാർ അവരാണ്. കാരണം അദ്ദേഹമാണ് ആതിഥേയ കരയോഗമായിട്ടുള്ള തലശ്ശേരി കരയോഗത്തിന്റെ പ്രസിഡന്റും ഈ സംഘാടക സമിതിയുടെ വൈസ് ചെയർമാനും അതുപോലെ തന്നെ തലശ്ശേരി താലൂക്ക് യൂണിയന്റെ ഭരണസമിതി അംഗവും ഈ പരിപാടിയുടെ മുഖ്യ സംഘാടകൻ. എങ്കിലും യോഗസാധാരണമായ നടപടി എന്ന രീതിയിൽ ശ്രീ PV പ്രേമേന്ദ്രൻ നമ്പ്യാർ അവരുടെ ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം, വനിതാ സമാജത്തിന്റെ സെക്രട്ടറി, വനിതാ സമാജത്തിന്റെ ഭരണസമിതി അംഗങ്ങൾ, MSS
കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങി താലൂക്ക് യൂണിയന്റെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഈ യോഗത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ യോഗത്തിന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ്. അദ്ദേഹത്തിന് അറിയേണ്ടതുള്ളത് കൊണ്ട് ഞാൻ 2 വാക്ക് പറയാം. സ്നേഹം നിറഞ്ഞ NSSന്റെ ഉപാധ്യക്ഷൻ, എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗം, കടല് പോലെ വ്യാപിച്ചു കിടക്കുന്ന 175ഓളം കരയോഗങ്ങളിലെ അധിപനായ തിരുവനന്തപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കൂടിയായ ശ്രീ സംഗീത് കുമാർ സർ, കണ്ണൂർ താലൂക്കിൻ്റെ പ്രസിഡന്റും കണ്ണൂരിൽ ഈ അടുത്ത കാലത്തായി നായർ സർവീസ് സൊസൈറ്റിയുടെ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്ത എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും എൻ്റെ അഡ്വൈസറും എൻ്റെ പ്രിയപ്പെട്ട AK രാമേശ്വരൻ, അതേപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ തളിപ്പറമ്പ് താലൂക്ക് യൂണിയൻ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷജിത്ത്, വളരെ നല്ല പ്രവർത്തനം തളിപ്പറമ്പിൽ ഇപ്പോൾ എല്ലാ മേഖലകളിലും സജീവമായി അദ്ദേഹം നടത്തി വരുന്നുണ്ട്. സമ്മേളനത്തിന് നേതൃത്വം തരുന്ന ഈ മേഖലയിലെ താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗം പ്രഭാകരേട്ടൻ, നമ്മുടെ താലൂക്ക് വനിതാ യൂണിയൻ്റെ പ്രസിഡന്റ് മാലതിയേച്ചി, ഈ താലൂക്കിലെ പ്രതിസഭാ അംഗം, ഈ മേഖലയിലെ പ്രതിസഭാ അംഗം ഡോക്ടർ മധുസൂദനൻ, വളരെ ദിവസങ്ങളായി ഈ മേഖലാ സമ്മേളനത്തിന് നേതൃത്വം കൊടുക്കുകയും അതിൻ്റെ ഓരോ കാര്യങ്ങളും നോക്കി വേണ്ട രീതിയിലൊക്കെ പ്രവർത്തിച്ച് നമ്മുടെ ഈ സംവിധാനത്തിലേക്ക് എത്തിക്കുന്നതിന് എന്നോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച പ്രിയപ്പെട്ട താലൂക്ക് യൂണിയൻ്റെ സെക്രട്ടറി ശ്രീ രാജഗോപാൽ, അതേപോലെ തന്നെ ഈ താലൂക്കിലെ NSSന്റെ പ്രതിസഭാ അംഗമായ വളരെ സീനിയറായിരിക്കുന്ന പ്രിയപ്പെട്ട ജയേന്ദ്രേട്ടൻ, അനിൽകുമാർ, അതേപോലെ തന്നെ താലൂക്ക് യൂണിയന്റെ വളരെ സീനിയറായിട്ടുള്ള കമ്മിറ്റി അംഗം മാധവേട്ടൻ, ദാമോദരേട്ടൻ, അതേപോലെ തന്നെ ഇന്ന് യൂണിയൻ കമ്മിറ്റിയിലെ പ്രഭാകരേട്ടൻ, ഭരതേട്ടൻ അടക്കമുള്ള ഒരുപാട് യൂണിയൻ കമ്മിറ്റി അംഗങ്ങളെ ഇന്ന് MR രജീഷ് അടക്കമുള്ള ഈ മേഖലയിൽ തന്നെ MR രജീഷ് അടക്കമുള്ള ഒട്ടനവധി യൂണിയൻ കമ്മിറ്റി മെമ്പർമാർ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നേരത്തെ തന്നെ എത്തിച്ചേർന്ന വനിതാ യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ, MSSന്റെ കമ്മിറ്റി അംഗങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ വിവിധ കരയോഗങ്ങളിൽ നിന്നും ഈ പ്രവർത്തനത്തിന് ഈ മേഖലയിലെ കരയോഗം ഇവിടെ എത്തിച്ചേർന്ന കരയോഗം പ്രസിഡന്റ്, സെക്രട്ടറിമാർ, പ്രിയപ്പെട്ട കരയോഗ അംഗങ്ങളെ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, ആരെങ്കിലും അതേപോലെ നമുക്ക് എൻഡോമെന്റ്, നമുക്ക് നമ്മുടെ പാവപ്പെട്ട കുട്ടികൾക്ക് എൻഡോമെന്റ് നൽകാൻ തയ്യാറായി ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ കണ്ണൂരിലെ തലശ്ശേരിയിലെ പ്രിയപ്പെട്ട ഡോക്ടർ രാധ ഡോക്ടർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മുൻ പ്രതിസഭാ അംഗം രാമേട്ടൻ്റെ സ്മരണയ്ക്ക് വേണ്ടി ഇവിടെ എൻഡോമെന്റ് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും അണിമയും ഇവിടെ എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നെടുമ്പ്രം കരയോഗത്തിൻ്റെ ഊർജ്ജസ്വലയായ സെക്രട്ടറി ശാരദ ടീച്ചർ എത്തിയിട്ടുണ്ട്. അതേപോലെ മാലതി ചേച്ചിയുണ്ട്. അങ്ങനെ ഒട്ടനവധി പേര് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും എനിക്ക് എല്ലാവരെയും ഓർമ്മിക്കാൻ ഈ അവസരത്തിൽ സാധിക്കുന്നില്ലെങ്കിലും, അതേപോലെ എൻ്റെ പ്രിയപ്പെട്ട, എൻ്റെ കൂടെ വളരെക്കാലം താലൂക്ക് യൂണിയൻ സെക്രട്ടറിയായി പ്രവർത്തിച്ച പ്രിയപ്പെട്ട കനകരാജ്, കണ്ണൂർ യൂണിയൻ്റെ സെക്രട്ടറി, അതേപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ തളിപ്പറമ്പ് താലൂക്ക് യൂണിയൻ്റെ എൻ്റെ യൂണിയൻ കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകൻ കൂടിയായ യൂണിയനിലെ പ്രവർത്തകനും തളിപ്പറമ്പ് താലൂക്ക് യൂണിയൻ സെക്രട്ടറിയുമായിരിക്കുന്ന ശ്രീ ചന്ദ്രബാബു, അതേപോലെ തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങളെ, നമ്മുടെ ഈ തലശ്ശേരി മേഖല നമ്മളെ സംബന്ധിച്ചിടത്തോളം നായർ സർവീസ് സൊസൈറ്റി തലശ്ശേരി താലൂക്ക് യൂണിയൻ രൂപം കൊണ്ടിട്ട് 50 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഈ 50 വർഷത്തിനിടയ്ക്ക് തലശ്ശേരി താലൂക്കിന് വേണ്ടി ഒട്ടനവധി പേർ പ്രവർത്തിച്ചിട്ടുണ്ട്. പലരും താലൂക്ക് യൂണിയന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. ഉള്ളവരൊക്കെ ഇരുന്ന സമയത്തൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ ഈ അടുത്ത ദിവസം മരണപ്പെട്ട പ്രിയപ്പെട്ട ദിവാകരേട്ടൻ 10-20 വർഷം അദ്ദേഹം താലൂക്ക് യൂണിയന്റെ പ്രസിഡന്റായി പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. അദ്ദേഹം അടക്കമുള്ള ഒട്ടനവധി താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാർ ഈ താലൂക്ക് യൂണിയന്റെ നേതൃത്വം കൊടുത്തിട്ടും കരയോഗങ്ങൾ വളർത്തിയിട്ടുമുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ പ്രവർത്തനങ്ങളെ ഈ 50-ാം വർഷത്തിൽ നിറവിലെത്തുമ്പോൾ അതിൻ്റെ മേഖലാ സമ്മേളനങ്ങൾ നടത്താൻ ബഹുമാനപ്പെട്ട NSSന്റെ ജനറൽ സെക്രട്ടറി
നമുക്കറിയാം നായർ സർവീസ് സൊസൈറ്റിക്ക് ഇന്ന് തലയുയർത്തി നിൽക്കുന്ന, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആചാര്യന് ശേഷം ഒട്ടനവധി ജനറൽ സെക്രട്ടറിമാർ വന്നിട്ടുണ്ട്. എല്ലാവരും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. എങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ സാർ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ പറ്റി ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ ആ നേതൃത്വം എന്നും പത്രമാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയും നായന്മാരുടെ അവകാശത്തുമേൽ എന്തെങ്കിലും ഒരു പോറൽ തട്ടുന്നുണ്ടെങ്കിൽ അവിടെ പടവാള് ഉയർത്തി നിൽക്കുന്ന ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ ഈ മേഖലാ സമ്മേളനങ്ങൾ നടത്താൻ തീരുമാനമായി. അതിൻ്റെ ഭാഗമായി നമ്മുടെ സുവർണ ജൂബിലി ആഘോഷവും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മേഖലാ സമ്മേളനത്തിന് തുടക്കവും കുറിക്കാൻ ഏറ്റവും അനുയോജ്യനായ ഒരാളെ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. തിരുവനന്തപുരം താലൂക്ക് യൂണിയന്റെ പ്രസിഡന്റും അതേപോലെ നായർ സർവീസ് സൊസൈറ്റിയുടെ പരമോന്നത സഭയായ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗവും അതേപോലെ തന്നെ നമ്മുടെ നായർ സർവീസ് സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയുമായ സംഗീത് കുമാർ സാർ. അദ്ദേഹത്തെ എനിക്ക് ഒരുപാട് കാലത്തെ ബന്ധമാണ്. എന്നെ ഒരു അനുജനെ പോലെ കണ്ട് സ്നേഹിക്കുകയും എപ്പോഴും കുശലം ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് സംഗീത് സാറ്. അദ്ദേഹത്തെ തന്നെ ഇവിടെ ഉദ്ഘാടനത്തിന് നമുക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ വളരെ സന്തോഷകരമാണ്. ജനറൽ സെക്രട്ടറിയോട് ഞാൻ ഈ മേഖലാ സമ്മേളനത്തിന് നല്ല ഒരു ഉദ്ഘാടകനെ തരണം, സാറിനെ ക്ഷണിച്ചു, സാറ് വരണമെന്ന് പറഞ്ഞു. സാറ് പറഞ്ഞു ഞാൻ വരുന്നതിന് പകരം നല്ലൊരാളെ ഞാൻ തരാം, അത് നിങ്ങൾ സ്വീകരിക്കുമെങ്കിൽ. ഞാൻ സാറ് ആരെ നിർദ്ദേശിച്ചാലും അത് വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ പറയുന്നത് രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലി എന്ന് പറയുന്നത് പോലെ തന്നെ സംഗീത് സാറിനെ പല പ്രാവശ്യമായി ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹിച്ച സംഗീത് കുമാർ സാറിനെ വിളിച്ചോളൂ, ഞാനും പറയാം എന്ന് സാറ് പറയുകയും അതിന്റെ ഭാഗമായി ഞാൻ സംഗീത് സാറെ ഫോണിൽ വിളിച്ചു ബന്ധപ്പെടുക ചെയ്ത് സാറോട് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾക്കൊരു പരിപാടി മേഖലാ സമ്മേളനമുണ്ട്, അതിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഉദ്ഘാടനമുണ്ട്, അതുകൊണ്ട് സാറിന്റെ സാന്നിധ്യം നമുക്ക് ഇവിടെ വേണം എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി എന്നും തലശ്ശേരിയെ പറ്റി ചോദിക്കുന്ന, എന്നും എപ്പോഴും തലശ്ശേരിയെ പറ്റി എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്നെ എപ്പോഴും വിളിച്ച് തലശ്ശേരിയുടെ വിശേഷങ്ങൾ ചോദിക്കുന്ന സാറിനെ തന്നെ ഈ ഉദ്ഘാടനത്തിന് കിട്ടിയത് നമ്മുടെ അഭിമാനമായി ഞാൻ കരുതുകയാണ്. അത് നിങ്ങളുടെയും അഭിമാനമായി നിങ്ങൾ കരുതുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ മലബാർ മേഖലയിൽ ഇല്ലെങ്കിലും ഉള്ളതൊക്കെ വളരെ സജീവമായി തന്നെ പ്രവർത്തിക്കുകയും അടുത്ത കാലത്തായി ആചാര്യന്റെ നമുക്കറിയാം ശ്രീ വന്നത് പത്മനാഭൻ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട അപ്പൂപ്പൻ തന്നെ ഇവിടെ വന്ന് മട്ടന്നൂർ PRNSS കോളേജ് ഉദ്ഘാടനം ചെയ്തതാണ്. അതേപോലെ തന്നെ നമുക്ക് കൊട്ടിയൂരിൽ തന്നെ ഏകദേശം 30,000 ഏക്കർ സ്ഥലം ലീസിനെടുത്ത ഒരു പ്രദേശമാണ് നായർ സർവീസ് സൊസൈറ്റി കൊട്ടിയൂർ പ്രദേശം. ആ പ്രദേശം അത് തലശ്ശേരി താലൂക്ക് യൂണിയന്റെ ഭാഗമാണ്. അത് ചില പ്രശ്നങ്ങൾ വന്നത് കൊണ്ട് തന്നെ അത് ആ സ്ഥലം തിരിച്ചു കൊടുക്കുകയാണ് നായർ സർവീസ് സൊസൈറ്റി ചെയ്തത്. അപ്പോൾ അത്രയും ബന്ധമുള്ള ആചാര്യൻ വന്ന് മണത്തനയിൽ വെച്ച് ഗംഭീര പ്രസംഗം നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കാൽപാദങ്ങളെ തൊട്ടു തഴുകിയ ഒരു താലൂക്ക് യൂണിയനാണ് തലശ്ശേരി താലൂക്ക് യൂണിയൻ എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. കാരണം ആചാര്യൻ പല ഘട്ടങ്ങളിലായി അദ്ദേഹത്തിന്റെ പ്രവർത്തന കാലഘട്ടങ്ങളിൽ അദ്ദേഹം നമ്മുടെ തലശ്ശേരിയിൽ ബന്ധപ്പെട്ട പ്രദേശങ്ങളിലും എത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ തലശ്ശേരി താലൂക്ക് യൂണിയന്റെ 50 വർഷമായ പ്രവർത്തനങ്ങളെ തലശ്ശേരി താലൂക്ക് യൂണിയന്റെ ആസ്ഥാനം മട്ടന്നൂരാണ്, തലശ്ശേരിയല്ല. തലശ്ശേരി താലൂക്ക് യൂണിയൻ ആണെങ്കിലും നമ്മുടെ വലിയ താലൂക്ക് യൂണിയന്റെ ഒരു മധ്യത്തിലുള്ള ഒരു സ്ഥലം കേന്ദ്രീകരിക്കുകയും അവിടെ തന്നെ നായർ സർവീസ് സൊസൈറ്റിയുടെ കീഴിലുള്ള വലിയൊരു 108 ഏക്കർ സ്ഥലത്ത് പരന്നു കിടക്കുന്ന 108 ഏക്കർ സ്ഥലത്ത് ഗംഭീരമായ ഒരു നായർ സർവീസ് സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതേപോലെ NSSന്റെ കരയോഗത്തിന്റെ ഉടമസ്ഥതയിലുള്ള കൊട്ടിയൂർ NSS UP സ്കൂളും ആ കൊട്ടിയൂർ കരയോഗത്തിന് കീഴിൽ അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ 2 സ്ഥാപനങ്ങളാണ് നായർ സർവീസ് സൊസൈറ്റിയായി ബന്ധപ്പെട്ടിട്ടുള്ള 2 സ്ഥാപനങ്ങൾ. നെറ്റ് ഓഫീസിന് കീഴിൽ തന്നെയുള്ള മട്ടന്നൂർ കോളേജാണ്. നമുക്കറിയാം വിദ്യാഭ്യാസ ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി ബുദ്ധിമുട്ടുമ്പോൾ അകലങ്ങളിലൊക്കെ പോയി കോളേജ് വിദ്യാഭ്യാസം നടത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് അത്താണിയായിട്ടാണ് 964 നായർ സർവീസ് സൊസൈറ്റിയുടെ PRNSS കോളേജ് അവിടെ തുടങ്ങിയത്. അതോടെ മട്ടന്നൂര് കേന്ദ്രീകരിച്ച് താലൂക്ക് യൂണിയന്റെ പ്രവർത്തനം അതിന് ശേഷം തുടങ്ങി. ആ പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ തന്നെ നമുക്കറിയാം, നമുക്ക് ഒരുപാട് പല കരയോഗങ്ങൾ ഉണ്ടാക്കാനും പല പ്രാദേശികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളൊക്കെ ഓരോ കരയോഗങ്ങൾ രൂപീകരിക്കാൻ പോകുമ്പോൾ
ചില സ്ഥലത്തൊക്കെ എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ എതിർപ്പുകളെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് കരയോഗം ഉണ്ടാക്കിയപ്പോൾ എതിർത്തവർ തന്നെ നമ്മളെ അനുകൂലിച്ച് നമുക്ക് വേണ്ടി സപ്പോർട്ടോടുകൂടി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇന്ന് ഈ തലശ്ശേരി മേഖലയിൽ, തലശ്ശേരി താലൂക്ക് യൂണിയനിൽ ഒരു കരയോഗം ഉണ്ടാക്കാൻ ഏത് മൂലക്ക് പോകുമ്പോഴും, ഏത് പ്രദേശത്തിന്റെ ഏത് മൂലയിലേക്ക് പോയി കഴിഞ്ഞാലും ഇവിടെ കരയോഗം വേണ്ട എന്ന് പറയാൻ ആരും തയ്യാറല്ല. കാരണം NSSന്റെ പ്രവർത്തനങ്ങൾ അത്ര കണ്ട് തലശ്ശേരി താലൂക്കിൽ വേരൂന്നിയിട്ടുണ്ട് എന്ന് എല്ലാവർക്കും ബോധ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവരെ എതിർത്ത് അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഉപദ്രവിക്കുന്നതിനേക്കാൾ അവരോട് ചേർന്ന് നിൽക്കുന്നതാണ് നല്ലത് എന്നുള്ള ബോധ്യം എല്ലാവർക്കും തോന്നിയതിന്റെ ഭാഗമായിട്ട് തന്നെ അന്നൊക്കെ നമ്മൾ കരയോഗങ്ങൾ ഉണ്ടാക്കാൻ പല സ്ഥലത്ത് പോയി ബുദ്ധിമുട്ടിയപ്പോൾ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് ജനങ്ങൾ നമുക്കൊരു കരയോഗം വേണം എന്ന് ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് തലശ്ശേരി താലൂക്ക് യൂണിയൻ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതെ, ഈ ഒരു താലൂക്ക് യൂണിയന്റെ പ്രസിഡന്റായി എന്റെ കഴിവോ അല്ലെ ഈ താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗങ്ങളുടെ കഴിവോ ഒന്നുമില്ല. ഈ പ്രദേശത്തുള്ള ഓരോ കരയോഗത്തിലെയും ഓരോ പ്രവർത്തകന്റെയും കഴിവുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും വലിയ ശക്തിയായി മാറാൻ തലശ്ശേരിക്ക് സാധിച്ചത്. അത് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനുള്ള ഒരവസരമായി ഞാൻ ഇതിനെ കാണുന്നില്ല. കാരണം നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന നമ്മുടെ മുഖ്യ പ്രഭാഷകൻ, നമ്മുടെ ഉദ്ഘാടകനായിരിക്കുന്ന ശ്രീ സംഗീത് കുമാർ സാർ, അദ്ദേഹം ഞാൻ എൻ്റെ ഒരു മൂത്ത ജ്യേഷ്ഠ സഹോദരനെ പോലെ കാണുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹമാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ അധികമൊന്നും സംസാരിക്കാതെ എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ജയ് NSS. ഇനി നമ്മുടെ മുഖ്യ അതിഥി കല ഹാരാർപ്പണമാണ്. അതിന് പേര് വിളിക്കുന്ന മുറയ്ക്ക് ഓരോ കരയോഗ പ്രസിഡന്റുമാരും അതിലെ കരയോഗ സെക്രട്ടറിമാരോ ആരാണ് കരയോഗത്തിന് പ്രതിനിധികൾ അവർ വന്ന് ഇവിടെ വന്ന് മുഖ്യ അതിഥിയെ ഹാരാർപ്പണം ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതേ സ്റ്റേജിൽ നിന്ന് വിളിക്കുന്നതായിരിക്കും. കാനൂർ കരയോഗം പ്രസിഡന്റ് ബിജോയ് നമ്പിയ, എരുവട്ടി കരയോഗം ശ്രീ വി നാരായണ നമ്പിയ പ്രസിഡന്റ്, എരഞ്ഞൂടി കരയോഗം നെടുമ്പ്രം കരയോഗം പ്രസിഡന്റ്, ഇടത്തിലമ്പലം പ്രസിഡന്റ് ഗംഗാധരൻ കെ. കർത്തവ്യമേതെന്നറിയാതകം കലങ്ങി കർത്തവ്യമേതെന്നറിയാതകം കലങ്ങി ഭൂതപ്രേതാദികളാവേശിച്ചാത്മാവിൻ പാതകൾ കാണാലിടറി ജീവച്ഛവങ്ങളായി തീർന്ന സഹോദര കാവശ്യ കവചമാവാൻ ദേവതാകൽപ്പനായി വന്നവതീർണൻ ഈ പാവനാചാര്യനം മന്നത്തപ്പൻ ദേവതാകൽപ്പനായി വന്നവതീർണൻ ഈ പാവനാചാര്യനം മന്നത്തപ്പൻ. ശ്രീ വേണുഗോപാലൻ നമ്പിയ, ചെറുവാഞ്ചേരി ശ്രീ രൂപേഷ് സെക്രട്ടറി, മരുന്നിന്റെ കെട്ടഴിച്ചന്ധകാരത്തിൽ നിന്നും ദുഷ്ടമാമയക്കുമരുന്നിന്റെ കെട്ടഴിച്ചന്ധകാരത്തിൽ നിന്നും വിദ്യതൻ കൈത്തിരി കത്തിച്ചു നേർവഴിക്കെത്തിച്ചു വേണ്ടുന്ന ദിക്കിലെല്ലാം. വിദ്യതൻ കൈത്തിരി കത്തിച്ചു നേർവഴിക്കെത്തിച്ചു വേണ്ടുന്ന ദിക്കിലെല്ലാം. ശ്രീ MP ഉദയഭാനു അവർകളെ, ഈ സമ്മേളനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന കണ്ണൂർ താലൂക്ക് NSS യൂണിയൻ്റെ ബഹുമാനായ പ്രസിഡന്റ് ശ്രീ K രാമകൃഷ്ണൻ നമ്പ്യാർ അവർകളെ, തളിപ്പറമ്പ് യൂണിയൻ NSS യൂണിയൻ്റെ ബഹുമാനായ പ്രസിഡന്റ്
അഡ്വക്കേറ്റ് സജിത് MM അവർ, ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച തലശ്ശേരി NSS താലൂക്ക് യൂണിയൻ്റെ പ്രിയങ്കരനായ സെക്രട്ടറി ശ്രീ U രാജഗോപാലൻ അവർ, ആശംസകൾ അറിയിക്കുന്ന താലൂക്ക് NSS യൂണിയൻ്റെ ബഹുമാനായ വൈസ് പ്രസിഡന്റ് ശ്രീ CP പത്മനാഭൻ നമ്പ്യാർ അവർ, നായർ സർവീസ് സൊസൈറ്റിയുടെ ബഹുമാനായ പ്രതിനിധിസഭാ അംഗം ഡോക്ടർ MK മധുസൂദൻ അവർ, ഇതൊരു മേഖലാ സമ്മേളനമായിട്ട് നമുക്ക് കണക്കാക്കാൻ ഒക്കില്ല. ഇതൊരു താലൂക്ക് മഹാസമ്മേളനമായിട്ട് തന്നെ ഇത് നമ്മൾ വിശേഷിക്കേണ്ടിയാണ്. അത്രത്തോളം പ്രൗഢഗംഭീരമായി എല്ലാ കരയോഗ വനിതാ സമാജ സ്വയം സഹായ സംഘാംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു മഹാസമ്മേളനമാണ് ഇന്നിവിടെ തലശ്ശേരിയിൽ നടക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ സമുദായങ്ങൾക്ക്, നായർ സർവീസ് സൊസൈറ്റിക്ക്, അതിൻ്റെ ജനറൽ സെക്രട്ടറി ബഹുമാനായ ശ്രീ G സുകുമാരൻ നായർ അവർക്ക് വളരെയധികം അഭിമാനിക്കാവുന്ന ഒരു നായർ മഹാസമ്മേളനം തന്നെയാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 50 വർഷം പിന്നിടുമ്പോൾ ഇന്ന് തലശ്ശേരി താലൂക്കിൽ നമ്മുടെ സമുദായം ഒരു വലിയ സംഘടിത ശക്തിയായി തന്നെ മാറിക്കഴിഞ്ഞു എന്ന് നമുക്ക് കരുതാൻ കഴിയും. നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകേണ്ടിയുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. എന്തായാലും നമ്മുടെ ശക്തി കൊണ്ട് തന്നെ നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞു നായർ സമുദായം ഈ താലൂക്കിൽ ഒരു സംഘടിത ശക്തിയായി മാറിക്കഴിഞ്ഞു എന്നുള്ളത്. ഇന്ന് നമ്മുടെ രാജ്യത്ത് സംഘടിത ശക്തികൾക്ക് മാത്രമേ നിലനിൽക്കാൻ കഴിയുള്ളൂ. നമ്മുടെ രാജ്യത്ത് നമുക്ക് ആനുകൂല്യങ്ങളും സഹായങ്ങളും എല്ലാം വിതരണം ചെയ്യുന്നത് പോലും ജാതിയുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായി മാറിയിരിക്കുകയാണ്. സംഘടിത ശക്തികൾക്ക്, വോട്ട് ബാങ്കുകൾക്ക് മാത്രമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് ആനുകൂല്യങ്ങൾ നൽകുന്നത്. നമ്മൾ 75 വർഷം സ്വാതന്ത്ര്യം ലഭിച്ച 75 വർഷം പിന്നിടുമ്പോൾ ഇന്നും നമ്മുടെ രാജ്യത്ത് സമുദായത്തിനും അല്ലെങ്കിൽ മതത്തിനും ജാതിക്കുമെല്ലാം അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഇന്ന് ഏത് കാര്യമെടുത്താലും ഏറ്റവും ചെറിയ കാര്യം മുതൽ വലിയ കാര്യം വരെ ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അങ്ങനെയായി നമ്മുടെ അവസ്ഥ. അത് പഴയ കാലത്തെ പോലെ നമ്മുടെ രാജ്യത്ത് സത്യവും ധർമ്മവും നീതിയും ഒന്നും തന്നെ ഇന്നില്ല. ഇന്ന് ഏത് ഒരു കൂട്ടം ആൾക്കാർക്ക് ഒരുമിച്ച് നിന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അവർക്ക് സഹായിക്കാം, അവരെ അധികാരത്തിലേറ്റാൻ സഹായിക്കാം എന്നുള്ള ആ കൂട്ടം ആൾക്കാരുടെ ശബ്ദം മാത്രമേ അവർ കേൾക്കാൻ തയ്യാറുള്ളൂ. അസംഘടിതരായിട്ടുള്ള ഒറ്റപ്പെട്ട ശബ്ദങ്ങൾക്കൊന്നും തന്നെ യാതൊരു ആനുകൂല്യവും നൽകാത്ത ഒരു സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും, നായർ സമുദായം ഉൾപ്പെടെ നമ്മളെല്ലാവരും തന്നെ ഈ രാജ്യത്തെ മുന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരായിട്ടാണ് ഇന്ന് കരുതുന്നത്. ഇന്ന് നമ്മുടെ രാജ്യത്ത് നോക്കിയാൽ ഏത് പാർട്ടി ഭരിച്ചാലും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരെല്ലാം അവരുടെ മഹാസമ്മേളനത്തിൽ സംസാരിക്കുന്നത് 3 കൂട്ടം ആൾക്കാർക്ക് വേണ്ടിയാണ്, 3 വിഭാഗം ആൾക്കാർക്ക് വേണ്ടി. ഈ രാജ്യത്തെ പിന്നോക്ക വിഭാഗക്കാർക്ക് വേണ്ടി, അതുപോലെ പട്ടികജാതി വിഭാഗക്കാർക്ക് വേണ്ടി, അതുപോലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി. ഈ 3 വിഭാഗം ആൾക്കാർക്ക് വേണ്ടിയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ഓരോ സമ്മേളനത്തിലും അവരുടെ അവകാശങ്ങൾ ഉന്നയിക്കുന്നതും അവർക്ക് കൊടുക്കുന്ന സഹായം പോരാന്ന് പറയുന്നതും അവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കണമെന്ന് പറയുന്നതും എല്ലാം ഈ 3 വിഭാഗം ആൾക്കാർക്ക് മാത്രമാണ്. അതേ സ്ഥാനത്ത് ഈ രാജ്യത്തെ മുന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരുണ്ട്. കേരളത്തിൽ തന്നെ 145ഓളം വിഭാഗക്കാരുണ്ട്. നായരും നമ്പൂതിരിയും ബ്രാഹ്മണരും അതുപോലെ പിഷാരടിയും വാര്യറും അതുപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന ഓർത്തഡോക്സും കാത്തലിക്സും മാർത്തോമയും എല്ലാം മുന്നോക്ക വിഭാഗക്കാരാണ്. പക്ഷെ ഇവരുടെ കാര്യങ്ങൾ ആരെങ്കിലും മിണ്ടാറുണ്ട്? അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള ഉത്തരേന്ത്യൻ ബ്രാഹ്മണരും അവിടുത്തെ രജപുത്രന്മാരും എല്ലാം വലിയ ശക്തരും പ്രബലരുമാണ്. അവരുടെ കാര്യങ്ങൾ, അവർക്ക് അവരുടെ ഇടയിലുള്ള പാവങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യം കൊടുക്കണം എന്ന് ആരെങ്കിലും പറയാറുണ്ട്? അപ്പം അതിനെല്ലാം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ രാജ്യത്തെ മുന്നോക്ക വിഭാഗക്കാര് സ്വാതന്ത്ര്യം കിട്ടി 75 വർഷമായിട്ട് ഇന്നും നമ്മളൊരു സംഘടിത ശക്തിയോ ഒരു വോട്ട് ബാങ്കായിട്ടോ നമുക്ക് വളരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം.
അതിന് കുറച്ചൊക്കെ ഒരു മാറ്റമുള്ളത് കേരളത്തിലാണ്. കേരളത്തിൽ നായർ സർവീസ് സൊസൈറ്റി എന്നുള്ള ഒരു മഹാപ്രസ്ഥാനം 110 വർഷം മുമ്പ് മഹാനായ സമുദായ ആചാര്യൻ ശ്രീ മന്നത്ത് പത്മനാഭൻ രൂപം കൊടുത്ത മഹാപ്രസ്ഥാനം 110 വർഷം മുമ്പ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും കൂടെ അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ സാന്നിധ്യത്തിൽ ത്രിസന്ധ്യ നേരത്ത് ഭദ്രദീപം തെളിയിച്ച് ആരംഭിച്ച ഒരു മഹാപ്രസ്ഥാനം ഇന്ന് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ സംഘടനയാണ് ഇന്ന് നായർ സർവീസ് സൊസൈറ്റി. ആ രീതിയിലേക്ക് വളർന്നിരിക്കുകയാണ്. അദ്ദേഹം ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഈ മഹാപ്രസ്ഥാനം സൃഷ്ടിച്ചത്. അദ്ദേഹം നായർ സർവീസ് സൊസൈറ്റിക്ക് രൂപം കൊടുക്കുമ്പോൾ അദ്ദേഹം വലിയ സമ്പന്ന കുടുംബത്തിൽ നിന്നുണ്ടായിരുന്ന ആളൊന്നുമല്ല. വളരെ സാധാരണ കുടുംബത്തിൽ അധ്വാനിച്ച് അഭിഭാഷക പണി ചെയ്ത് ജീവിച്ചു വന്നിരുന്ന ഒരാളായിരുന്നു. അന്ന് നായർ സമുദായം നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ അനാചാരങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും മുങ്ങി താന്നുകൊണ്ടിരുന്ന ഒരു വലിയ സമുദായത്തെ സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്താൻ വേണ്ടി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും നേതൃത്വം കൊടുത്ത് രൂപീകരിച്ച ഒരു സംഘടനയാണ് നായർ സർവീസ് സൊസൈറ്റി. 110 വർഷം പിന്നിടുമ്പോൾ ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ സംഘടനയാണ്. 6000-ഓളം സംഘടനാ സംവിധാനത്തിൽ തന്നെ 6000-ഓളം കരയോഗങ്ങൾ, കാസർഗോഡ് തൊട്ട് പാറശാല വരെ, 4000-ഓളം വനിതാ സമാജങ്ങൾ, ബാലസമാജങ്ങൾ, 60-ഓളം താലൂക്ക് യൂണിയനുകൾ. വനിതാ ശാക്തീകരണത്തിന് വേണ്ടി 18 വർഷം മുമ്പ് നമ്മുടെ ബഹുമാനായ ജനറൽ സെക്രട്ടറി, ഇന്നത്തെ ജനറൽ സെക്രട്ടറി ശ്രീ ജി സുകുമാരൻ നായർ അവർ ആരംഭിച്ച സ്വയം സഹായ സംഘങ്ങൾ. ഇന്ന് സംസ്ഥാനത്തൊട്ടാകെ 20,000-ഓളം സ്വയം സഹായ സംഘങ്ങളുണ്ട് വനിതാ ശാക്തീകരണത്തിന് വേണ്ടി. അമ്മമാർക്കും സഹോദരിമാർക്കും സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി രൂപീകരിച്ച സ്വയം സഹായ സംഘങ്ങൾ. അതുപോലെ ഏകദേശം 300-ഓളം സ്കൂളുകൾ, 30-ഓളം കോളേജുകൾ, ആശുപത്രികൾ, വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലുകൾ, എസ്റ്റേറ്റുകൾ ഉൾപ്പെടെ ഒരു വലിയ സമാന്തര കേരള സർക്കാരിനോടൊപ്പം തലയുയർത്തി നിൽക്കുന്ന മഹാപ്രസ്ഥാനമാണ് നായർ സർവീസ് സൊസൈറ്റി. അതിൻ്റെ ആ സംഘടനയിൽപ്പെടുന്ന ആൾക്കാരാണ് നമ്മൾ നായർ സമുദായം. ഇന്ന് നായർ സർവീസ് സൊസൈറ്റിയെ പറ്റി പറയുമ്പോഴും നായർ സമുദായത്തിനെ കുറിച്ച് പറയുമ്പോഴും പലരും പറയും നമ്മൾ സവർണ മേധാവിത്വമാണ്, നമ്മൾ സവർണർക്ക് വേണ്ടി മാത്രമേ ചെയ്യുള്ളൂ, നമ്മളെല്ലാവരും സവർണരാണ്, ബാക്കിയുള്ളവരെല്ലാം അടിച്ചമർത്തുന്നു. അതിൻ്റെ ചരിത്രം കൂടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മൾ സവർണരാണ്, ശരിയാണ്. നമ്മളെ ഇന്ന് സവർണർന്ന് മുദ്ര കുത്തി എല്ലാ മേഖലകളിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇന്ന് ഈ രാജ്യം മുന്നോട്ട് പോകുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു കാലത്ത് മഹാനായ ശ്രീ മന്നത്ത് പത്മനാഭൻ സ്വന്തം സമുദായത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി നായർ സർവീസ് സൊസൈറ്റി ആരംഭിക്കുമ്പോഴും അതേ നാണയത്തിൽ തന്നെ, അതേ ആ സമൂഹത്തിൽ തന്നെ നമ്മുടെ സഹോദരങ്ങളായ പിന്നോക്ക പട്ടികജാതി പട്ടികവിഭാഗക്കാർക്ക് വേണ്ടി അദ്ദേഹം വിപ്ലവകരമായ പോരാട്ടം നടത്തിയിട്ടുള്ള ഏറ്റവും കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ നവോത്ഥാന നായകനാണ് മഹാനായ ശ്രീ മന്നത്ത് പത്മനാഭൻ. നമുക്ക് ആ കാലത്തും 1914-എല്ലാം നായർ സമുദായങ്ങൾക്ക് നമ്മളെല്ലാവരും അന്ന് മുന്നോക്ക വിഭാഗത്തിൽപ്പെടുന്നവരായിരുന്നു. നമുക്കെല്ലാ അവകാശങ്ങളും ഉണ്ടായിരുന്നു, നമുക്കെല്ലാ അധികാരങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നുമില്ലാത്ത ഒരു വിഭാഗം അന്ന് നമ്മളോടൊപ്പം ജീവിക്കുന്നുണ്ടായിരുന്നു. ഈ രാജ്യത്തെ പിന്നോക്ക പട്ടികജാതി പട്ടികവിഭാഗക്കാർ. അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യമില്ലായിരുന്നു, ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ദർശനം നടത്താൻ കഴിയില്ലായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ഈ രാജ്യത്തുണ്ടായിരുന്നു. അന്ന് അവർക്ക് വേണ്ടി രാഷ്ട്രീയ എല്ലാ സഹോദരങ്ങൾക്കും ക്ഷേത്ര പ്രവേശനം നൽകണം എന്നുള്ള നിവേദനമാണ് സമർപ്പിച്ച് വിപ്ലവം സൃഷ്ടിച്ച മഹാനാണ് ശ്രീ മന്നത്ത് പത്മനാഭൻ. അന്ന് നായർ സർവീസ് സൊസൈറ്റിയും നായർ സമുദായവുമാണ് അവർണർക്ക് വേണ്ടി സവർണജാഥ നയിച്ചത്. അത് 1926-28 കാലഘട്ടത്തിൽ തിരുവനന്തപുരത്ത് വന്ന് റിജൻ മഹാറാണിക്ക് നിവേദനം സമർപ്പിക്കുകയും 1934-35 കാലഘട്ടത്തിലാണ് ക്ഷേത്രപ്രവേശനം യാഥാർത്ഥ്യമായത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് 35-36 ക്ഷേത്രപ്രവേശനം യാഥാർത്ഥ്യമായെങ്കിൽ അതിന് എത്രയോ വർഷം മുമ്പ് 1923-24 കാലഘട്ടത്തിൽ തന്നെ മഹാനായ ശ്രീ മന്നത്ത് പത്മനാഭൻ അദ്ദേഹത്തിൻ്റെ പെരുന്നയിലുള്ള കുടുംബക്ഷേത്രത്തിൻ്റെ വാതിലുകൾ എല്ലാ വിഭാഗം ആൾക്കാർക്കും
തുറന്നു കൊടുത്തുകൊണ്ട് വിപ്ലവം സൃഷ്ടിച്ച മഹാനായ നേതാവാണ് ശ്രീ മന്നത്ത് പത്മനാഭൻ. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ നൽകിയ പേര് പത്മനാഭ പിള്ള എന്നാണ്. അദ്ദേഹത്തിന് ഒരു സമുദായത്തിൻ്റെയും സ്ഥാനപ്പേര് വേണ്ടാന്ന് പറഞ്ഞ് പിള്ളസ്ഥാനം ഉപേക്ഷിച്ചുകൊണ്ട് പിൽക്കാലത്ത് മഹാനായ ശ്രീ മന്നത്ത് പത്മനാഭനായിട്ട് അറിയാനാണ് താല്പര്യപ്പെട്ടത്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നായർ സമുദായവും നായർ സർവീസ് സൊസൈറ്റി നമ്മുടെ സവർണ മേധാവിത്വമോ നമ്മൾ ആരെയും അടിച്ചമർത്താനോ ഒന്നും നമ്മൾ വന്നിട്ടില്ല. നമ്മളോടൊപ്പമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഒപ്പം ജീവിച്ചിരുന്ന പിന്നോക്ക പട്ടികജാതി പട്ടികവിഭാഗക്കാരെ സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്താനായിട്ട് ഏറ്റവും മുൻപന്തിയിൽ നിന്നിട്ടുള്ള ഒരു സമുദായം നായർ സമുദായവും നായർ സർവീസ് സൊസൈറ്റിയുമാണ്. അന്ന് നിങ്ങൾ ആലോചിക്കണം, അന്നത്തെ കാലഘട്ടത്തിൽ 1920-30 കാലഘട്ടത്തിൽ നമുക്ക് എല്ലാ അവകാശങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ മഹാനായ ശ്രീ മന്നത്ത് പത്മനാഭനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ ഇടയിലുള്ള ആൾക്കാർ തന്നെ ശക്തമായ എതിർപ്പുമായിട്ടാണ് മുന്നോട്ട് വന്നത്. അന്നത്തെ രാജഭരണം നടത്തിയിരുന്ന തിരുവിതാംകൂർ രാജാക്കന്മാർ പോലും എതിരായിരുന്നു. നിങ്ങൾക്ക് എല്ലാ അവകാശങ്ങളും ഉണ്ടല്ലോ, നിങ്ങൾ എന്തിനാ പിന്നെ ആവശ്യമില്ലാത്ത കാര്യത്തിന് പോകണം? ശക്തമായ എതിർപ്പാണ് അവരും പ്രകടിപ്പിച്ചത്. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ മഹാനായ ശ്രീ മന്നത്ത് പത്മനാഭൻ അദ്ദേഹത്തിൻ്റെ ദൗത്യം, ഏറ്റെടുത്ത ദൗത്യം അദ്ദേഹം പൂർത്തീകരിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെയാണ് ഗുരുവായൂർ സത്യാഗ്രഹം. മലബാർ പ്രദേശത്ത് ക്ഷേത്രപ്രവേശനത്തിനു വേണ്ടി അദ്ദേഹം സമുന്നതരായ നേതാക്കളായ AKജിയും കേളപ്പജിയും എല്ലാവരുമായിട്ട് ചേർന്ന് ഗുരുവായൂർ സത്യാഗ്രഹം നയിക്കുകയും അതിനുശേഷമാണ് ഗുരുവായൂരിൽ ക്ഷേത്രപ്രവേശനം നേടാൻ സാധിച്ചത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓർക്കണം. ഇന്നിപ്പം വൈക്കം സത്യാഗ്രഹം നടന്ന് 100 വർഷം കഴിഞ്ഞ് 2024 100 വർഷം ആഘോഷിച്ചു. ഇന്നിപ്പോൾ മഹാനായ ആ ആഘോഷവേളയിൽ മഹാനായ ശ്രീ മന്നത്ത് പത്മനാഭനും നായർ സർവീസ് സൊസൈറ്റിക്ക്, നായർ സമുദായത്തിനും എന്ത് സ്ഥാനമാണ് ഉണ്ടായിരുന്നതെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഞാനിതെല്ലാം പറഞ്ഞു വരുമ്പോൾ നമ്മൾ വലിയ പാരമ്പര്യമുള്ള, വലിയ മഹത്വമുള്ള ഒരു വലിയ സമുദായമാണ് നായർ സമുദായം. നമ്മുടെ ഇന്ന് ഈ സംസ്ഥാനത്തുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, പുരോഗമന പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ, ഞാൻ ഇന്ന് മലബാർ പ്രദേശത്താണല്ലോ സംസാരിക്കുന്നത്, ഇവിടുന്നാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മറ്റ് പുരോഗമന പ്രസ്ഥാനങ്ങളും എല്ലാം വളർന്നു വലുതായത്. ഇവിടെ ഈ പ്രസ്ഥാനങ്ങൾക്കെല്ലാം രൂപം കൊടുത്തതും ആളാലും അർത്ഥത്താലും വളർത്തി വലുതാക്കിയതുമെല്ലാം ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാം നമ്മുടെ ഇടയിലുള്ള, നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള മുന്നോക്ക വിഭാഗത്തിൽപ്പെടുന്നവരാണ്. ഇന്ന് ആ വിഭാഗത്തിൽപ്പെടുന്ന നമ്മളെയാണ് ഇന്ന് ആക്ഷേപിക്കുന്നത്. നമ്മുടെ ഇടയിലുള്ള പാവപ്പെട്ട ആൾക്കാർക്ക് യാതൊരു ആനുകൂല്യങ്ങളും നൽകില്ല. നമ്മളെ എല്ലാ മേഖലയിൽ നിന്നും തുടച്ചു മാറ്റാനായിട്ടുള്ള നീക്കങ്ങളാണ് ഇന്ന് നടന്നു പോകുന്നത്. അതാണ് നമ്മൾ ചെറുക്കേണ്ടത്. അതെങ്ങനെ നമ്മൾ ചെറുക്കും? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ ഇടയിൽ നമ്മൾ ഇന്ന് ഈ രാജ്യത്ത് സംഘടിത ശക്തികളുടെ ആവശ്യങ്ങൾക്ക് മാത്രമേ അംഗീകാരം നൽകാറുള്ളൂ. നമ്മളും ഒരു സംഘടിത ശക്തിയായി നമ്മൾ വളരണം. നമുക്ക് എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട്. മഹാനായ ശ്രീ മന്നത്ത് പത്മനാഭൻ വലിയൊരു പ്രസ്ഥാനം രൂപം കൊടുത്ത് സമർപ്പിച്ചിട്ട് പോയി. അദ്ദേഹം വെറും ഒരു പ്രസ്ഥാനമല്ല രൂപീകരിച്ചത്. ആ പ്രസ്ഥാനം കാലാകാലങ്ങളിൽ നിലനിൽക്കാൻ വേണ്ടി എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും, സ്കൂളുകളും കോളേജുകളും ഹോസ്റ്റലുകളും വർക്കിംഗ് മെൻസ് ഹോസ്റ്റലുകളും ആശുപത്രികളും എല്ലാം ആരംഭിച്ചാണ് നമുക്ക് ഈ പ്രസ്ഥാനം സമർപ്പിച്ചിട്ട് പോയത്. അപ്പം അത്രയും എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അപ്പം നമുക്ക് എല്ലാ സംഘടനാ സംവിധാനവും. നമ്മൾ ഇനി എന്താ വേണ്ടത്? ഈ സംഘടനയെ നമ്മൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. നമ്മുടെ നായർ സമുദായം നമ്മൾ വളരെ വിശാല മനസ്കരാണ്. നമുക്കൊരിക്കലും സങ്കുചിതമായി ചിന്തിക്കാൻ കഴിയില്ല. നമുക്ക് ജാതിയുടെ മതത്തിൻ്റെ പേരിൽ ആരെയും വേർതിരിച്ച് നിർത്താനും കഴിയില്ല. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മുടെ പൂർവികന്മാർ അതാണല്ലോ ചെയ്തത്. അവരെല്ലാം വളരെ വലിയ വിപ്ലവകാരികളായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ കാലം മാറിപ്പോയി. നമുക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചാലും നമുക്ക് രാഷ്ട്രീയത്തിന് അതീതമായി നമ്മുടെ സമുദായത്തിനും മതത്തിനും ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിന് അതീതമായി നമുക്ക് ചിന്തിക്കാനും ആലോചിക്കാനും നിലപാടുകൾ സ്വീകരിക്കാനും കഴിയണം. ഇന്ന് ആ മേഖലയിൽ പ്രവർത്തിക്കാൻ നമുക്ക് ശക്തമായ നായർ സർവീസ് സൊസൈറ്റിയും ശക്തനായ ഒരു നേതാവുമുണ്ട്. ഇന്ന് രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ നേതാവ് മഹാനായ ശ്രീ മന്നത്ത് പത്മനാഭന് ശേഷം ഇന്ന് ശ്രീ ജി സുകുമാരൻ നായരാണ്. ആരെയും ഒന്നും വകവയ്ക്കാതെ നമ്മുടെ സമുദായത്തിനോ ഹൈന്ദവ പ്രസ്ഥാനത്തിനോ നമ്മുടെ വിശ്വാസങ്ങൾക്കോ എന്തെങ്കിലും കോട്ടം തട്ടിയാൽ, ആരെന്തെങ്കിലും വെല്ലുവിളികൾ വന്നാൽ
അതിനെതിരെ ആരെയും വകവയ്ക്കാതെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ കഴിവുള്ള നേതാവാണ് ശ്രീ ജി സുകുമാരൻ. വേറെ ആരുണ്ട്? എല്ലാവരും ഒളിഞ്ഞും തിരിഞ്ഞും ഹൈന്ദവ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്, ഒട്ടനവധി രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അവരാരെങ്കിലും നമ്മുടെ വിശ്വാസത്തിനോ നമ്മുടെ മതത്തിനോ നമ്മുടെ സമുദായത്തിനോ ഒരു കോട്ടം തട്ടിയാൽ ആരെങ്കിലും ഒരു പരസ്യ നിലപാടുമായിട്ട് ആരെങ്കിലും മുന്നോട്ട് വരാറുണ്ടോ? അപ്പോഴെല്ലാം ശ്രീ സുകുമാരൻ നായർ സാറാണ് ശക്തമായ നിലപാടുകളുമായിട്ട് മുന്നോട്ട് വന്ന് നമ്മുടെ സംഘടനയെ ചലിപ്പിച്ചുകൊണ്ട് അതിനെല്ലാം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതെല്ലാം നമ്മുടെ ഒരു ശക്തിയായിട്ട് തന്നെ നമ്മൾ കാണണം. കഴിഞ്ഞ കാലങ്ങളിൽ പഴയ കാലത്ത് ശബരിമലയിൽ നിലക്കൽ പ്രശ്നം വന്നപ്പോൾ, ഈ അടുത്ത കാലത്ത് ശബരിമല അയ്യപ്പൻ്റെ വിഷയം വന്നപ്പോൾ, ഗണപതി വിഷയം വന്നപ്പോൾ എല്ലാം ശ്രീ ജി സുകുമാരൻ നായർ തന്നെ വേണമായിരുന്നു ശക്തമായി ഈ സമൂഹത്തിൽ, കേരള സമൂഹത്തിൽ നിലപാടുകളുമായിട്ട് മുന്നോട്ട് വരാനായിട്ട്. അപ്പം അങ്ങനെ നമുക്ക് എല്ലാവിധ സംഘടനാ സംവിധാനങ്ങളും ഇനി നമ്മളത് ഊട്ടി ഉറപ്പിക്കണം. നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വേണം നമുക്ക് പ്രവർത്തിക്കാം. നായർ സർവീസ് സൊസൈറ്റിക്ക് വ്യക്തമായ രാഷ്ട്രീയമില്ല. നമ്മൾ കാലാകാലങ്ങളിൽ നമുക്ക് നമ്മുടെ സമുദായം, നമ്മുടെ സമൂഹം, നമ്മുടെ വിശ്വാസം, നമ്മുടെ മതം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രമേ നമുക്ക് താല്പര്യമുള്ളൂ. നമുക്ക് വ്യക്തമായ രാഷ്ട്രീയമില്ല. അതുകൊണ്ട് കാലാകാലങ്ങളിൽ നമുക്ക് എന്ത് വെല്ലുവിളി നേരിടുമോ അതിനനുസരിച്ചുള്ള രാഷ്ട്രീയ നിലപാടുകളാണ് നമ്മൾ സ്വീകരിക്കാറുള്ളത്. അപ്പം അതിന് നമ്മുടെ നിലപാടുകൾക്ക് ശക്തി പകരേണ്ടത് ആരാണ്? നമ്മുടെ അണികളാണ്. അപ്പം നമ്മുടെ അണികളും അതേ രീതിയിൽ അവരൊരു മനസ്സുണ്ടാവും. അത്ര എളുപ്പമല്ല. എന്ന് വെച്ചാൽ നമ്മൾ പഴയ കാലം തൊട്ടേ നമ്മളെ എങ്ങനെയാണ് പഠിപ്പിച്ചത്? നമ്മൾ എല്ലാവരും തന്നെ മതേതര സ്വഭാവമുള്ള ആൾക്കാരാണ്. മഹാനായ നായർ സർവീസ് സൊസൈറ്റിയെ പോലെ ഇത്രയും വലിയൊരു മതേതര സംഘടന ഇന്ന് ഈ രാജ്യത്ത് തന്നെ ഇല്ല. 1914 മഹാനായ ശ്രീ മന്നത്ത് പത്മനാഭനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ഈ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുമ്പോൾ ഭദ്രദീപം തെളിയിച്ചു കഴിഞ്ഞ ആദ്യം എടുത്ത പ്രതിജ്ഞ അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും കൂടെ, ഞാൻ നായർ സമുദായത്തിന്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഇതര സമുദായങ്ങൾക്ക് ശോഭകരമായ യാതൊരു കാര്യവും ആലോചിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യില്ല. സത്യം 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 എന്നാണ്. ഇന്നും ആ പ്രതിജ്ഞ 110 വർഷം മുമ്പ് എടുത്ത പ്രതിജ്ഞയാണ്. ഇന്നും ആ പ്രതിജ്ഞ നമ്മൾ വർഷത്തിൽ 2 പ്രാവശ്യം നമ്മൾ ആവർത്തിച്ചു ചൊല്ലുന്നുണ്ട്. ഒന്ന് അദ്ദേഹത്തിന്റെ സമാധി ദിനത്തിനും ഒന്ന് നായർ സർവീസ് സൊസൈറ്റിയുടെ പതാക ദിനത്തിനും. അപ്പം അത്രയും മതേതര സ്വഭാവമുള്ള ഒരു സംഘടനയാണ്. പക്ഷെ ഇന്നിപ്പം നമ്മൾ കുറച്ചുകൂടെ സങ്കുചിതമായി ചിന്തിച്ചേ ഒക്കുള്ളൂ. എന്നുവെച്ചാൽ അങ്ങനെ ആയിപ്പോയി നമ്മുടെ രാജ്യം. നമ്മൾ സംഘടിക്കണം, നമ്മൾ ഒരു വോട്ട് ബാങ്കായി വളരണം. അതുകൊണ്ട് തന്നെ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാനും നമ്മുടെ ആവശ്യങ്ങൾ വരുമ്പോൾ, നമുക്ക് വെല്ലുവിളികൾ വരുമ്പോൾ, നമുക്ക് രാഷ്ട്രീയത്തിന് അതീതമായി നമുക്ക് ചിന്തിക്കുകയും ആലോചിക്കുകയും നിലപാടുകൾ സ്വീകരിക്കുകയും കഴിയണം. പഴയ കാലത്തെ പോലെ സർക്കാർ ഉദ്യോഗവും അതുപോലെ മറ്റ് ആനുകൂല്യങ്ങളും എല്ലാം ഇന്ന് നമുക്കൊരു സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ ഏറ്റവും ഉന്നത മാർക്ക് ജയിച്ചാൽ പോലും അവർക്ക് അർഹമായ അഡ്മിഷനുകൾ ലഭിക്കില്ല. ഏറ്റവും മിടുക്കരായ കുട്ടികൾ, ഇന്നും ഏറ്റവും മിടുക്കരായ കുട്ടികൾ നമ്മുടെ ഇടയിൽ തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. ഇന്നും നമ്മുടെ രാജ്യത്ത് നമ്മൾ തന്നെയാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സമുദായം. ഇന്ന് നമുക്ക് സർക്കാർ ജോലിയൊന്നും ഇല്ല എന്നുള്ളൊരു വാസ്തവമാണ്. സർക്കാർ ജോലി ലഭിക്കാൻ സംവരണവും മറ്റു കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ കുട്ടികൾ, നമ്മുടെ രക്ഷകർത്താക്കൾ കഷ്ടപ്പെട്ട് നൽകിയ വിദ്യാഭ്യാസം കൊണ്ട് ഇന്ന് നമ്മുടെ കുട്ടികൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും പോയി വളരെ നല്ല തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. അതുവഴി നമ്മൾ സമ്പന്നരായി. കാലം മാറിയപ്പോൾ നമ്മുടെ അധികാരവും മറ്റും പോയെങ്കിൽ പോലും ഇന്ന് ലോകത്തെ ഏത് നഗരത്തിൽ പോയാലും നമുക്ക് നമ്മുടെ സമുദായത്തിൽപ്പെടുന്ന കുട്ടികളെ കാണാം. വലിയ വലിയ കമ്പനികളിലെ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്ന എല്ലാം നമ്മുടെ ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഇന്നും പരാജയപ്പെട്ടിട്ട് പോയിട്ടൊന്നുമില്ല. നമ്മൾ തന്നെയാണ് ഇന്നും ശക്തര്. പക്ഷെ അത് നിലനിർത്തിക്കൊണ്ടുപോകണം. എന്ന് വെച്ച് നമുക്ക് സർക്കാരിൽ നിന്നും ഒന്നും വേണ്ട എന്ന് പറയാൻ നമ്മുടെ ബാക്കി സർക്കാർ, നമ്മൾ ഈ രാജ്യത്തെ പൗരന്മാരല്ലേ, നമുക്ക് ബാക്കിയുള്ളവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ, അവകാശങ്ങൾ ഒരിക്കലും നായർ സർവീസ് സൊസൈറ്റി പറഞ്ഞിട്ടില്ല മറ്റുള്ളവരുടെ നിന്ന് പിടിച്ചെടുത്ത് നമുക്ക് നൽകണം. ഇല്ല, പറഞ്ഞിട്ടില്ല. നമ്മുടെ എല്ലാ ആൾക്കാർക്കും നൽകണമെന്ന് പറഞ്ഞിട്ടില്ല. ആകെ നായർ സർവീസ് സൊസൈറ്റിയുടെ ആവശ്യം എന്താണ്? വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മുന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ,
നായർ സമുദായത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് കൂടി എന്തെങ്കിലും സഹായം മറ്റുള്ളവർക്ക് കൊടുക്കും പോലെ നൽകണമെന്ന് മാത്രമാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അതുപോലും നൽകാത്ത ഒരു അവസ്ഥയാണ് ഈ രാജ്യത്ത്. പക്ഷെ കേരളത്തിൽ അതിനും ഒരു പ്രത്യേകതയുണ്ട്. നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനം മൂലം, അതിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ ശക്തമായ നിലപാടുകൾ മൂലം ഇന്ന് ഈ രാജ്യത്ത് സർക്കാർ സംവിധാനത്തിൽ കൂടി മുന്നോക്ക വിഭാഗക്കാർക്ക് സാമ്പത്തിക സഹായം ലഭിക്കുന്ന ഏക സംസ്ഥാനം കേരളം മാത്രമാണ്. 11 വർഷം മുമ്പ് നായർ സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറിയുടെ ശക്തമായ നിലപാടുകൾ മൂലം, അദ്ദേഹത്തിന്റെ ശക്തമായ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അന്നത്തെ കേരള സർക്കാർ രൂപീകരിച്ച സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ. ഇന്നും ആ കോർപ്പറേഷൻ നമ്മുടെ രാജ്യത്ത് അതൊരു ചരിത്ര സംഭവമാണ്. 11 വർഷം പിന്നിടുമ്പോഴും ഇന്നും വേറെ ഒരു സംസ്ഥാനത്തും മുന്നോക്ക വിഭാഗക്കാർക്ക് വേണ്ടി സാമ്പത്തിക സഹായം കൊടുക്കാൻ ഒരു കോർപ്പറേഷനോ ഒരു കമ്മീഷനോ രൂപീകരിച്ചിട്ടില്ല. നമ്മളിത് വലിയ അതിശയമായിട്ട് പറയേണ്ട കേരളത്തിൽ മാത്രമുണ്ടെന്ന്. ഇന്ന് നമ്മുടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്ര തലത്തിലും നമ്മുടെ രാജ്യത്തെ പിന്നോക്ക വിഭാഗക്കാർക്ക്, പട്ടികജാതി വിഭാഗക്കാർക്ക്, ന്യൂനപക്ഷങ്ങൾക്ക്, ഇവർക്കെല്ലാം കേന്ദ്ര സംസ്ഥാന ബഡ്ജറ്റുകളിൽ കോടിക്കണക്കിന് രൂപ വകകൊള്ളിച്ച് സഹായങ്ങൾ കൊടുക്കാനായിട്ടുള്ള സംവിധാനമാണ്. ഇത് 3-4 കൊല്ലം കൂടുമ്പോൾ ഇത് പുനഃപരിശോധിക്കാനും ഈ സഹായം കൊടുക്കുന്ന വർദ്ധിപ്പിക്കാനും വേണ്ടി കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ റിട്ടയർഡ് സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാരുടെ നേതൃത്വത്തിൽ സ്ഥിരം കമ്മീഷനുകളുണ്ട്. ഇതൊന്നും ഈ രാജ്യത്തില്ലാത്തത് ഇവിടുത്തെ മുന്നോക്ക സമുദായക്കാർക്ക്. അതിന് ഒരു വ്യത്യാസമുണ്ടായത് കേരളത്തിൽ മാത്രമാണ്. എങ്ങനെ? നായർ സർവീസ് സൊസൈറ്റി എന്നുള്ള മഹത്തായ സംഘടന ഉണ്ടായോ? അതിൻ്റെ മഹാനായ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമുണ്ട്. 11 വർഷം മുമ്പ് ഇന്ന് സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ അന്നത്തെ സർക്കാർ രൂപീകരിച്ചു. പക്ഷെ ഇന്ന് ആ കോർപ്പറേഷന്റെ നിലയിൽ വളരെ പരിതാപകരമാണ്. അത് ആരംഭിക്കുമ്പോൾ 50 കോടി രൂപ അന്നത്തെ ബഡ്ജറ്റിൽ വകകൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പറയുമ്പോൾ നായന്മാർക്ക് മാത്രമല്ല സഹായം ലഭിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 145 പേർക്ക് സമുന്നതി എന്നുള്ള സ്കീം അനുസരിച്ച് എല്ലാ പത്രമാധ്യമങ്ങളിലും എൻ്റെ പരസ്യം ചെയ്യാറുണ്ട്. ആ 50 കോടി രൂപ ഇന്ന് ചുരുങ്ങി വെറും 24 കോടി രൂപയായിട്ടാണ് ഇപ്പോഴത്തെ ആ കോർപ്പറേഷന് അനുവദിച്ചിട്ടുള്ള ഗ്രാന്റ്. മറ്റുള്ളവർക്കാണെങ്കിൽ കോടിക്കണക്കിന് രൂപയാണ്. അപ്പം അതും നമ്മളോടുള്ള ഒരു അവഗണനയാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ ഒരു സംഘടിത ശക്തിയായിട്ട് ഇന്നും കാണാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ് 50 കോടി. സാധാരണ എല്ലാ കോർപ്പറേഷനുകൾക്കും 10 വർഷം മുമ്പ് 50 കോടിയാണെങ്കിൽ ഇന്ന് അതൊരു 200-300 കോടി രൂപയാവേണ്ടതാണ്. അത് 140ഓളം വിഭാഗം ആൾക്കാർക്ക് കൊടുക്കാനുള്ള സഹായമാണ്. ഇന്ന് അത് ചുരുങ്ങി 24 കോടി രൂപയെ പറ്റുമായി ഈ സാമ്പത്തിക വർഷം, കഴിഞ്ഞ സാമ്പത്തിക വർഷം. അത് നമ്മളോടുള്ള അവഗണനയാണ്. നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം, ഡിഗ്രി തൊട്ട് പ്രൊഫഷണൽ കോഴ്സ് വരെ, അത് കഴിഞ്ഞ് സിവിൽ സർവീസ് എക്സാമിനേഷൻ ഇന്റർവ്യൂവിന് വരെ പോകാനുള്ള സഹായം ആ കോർപ്പറേഷന്റെ പരിധിയിലുണ്ട്. അതുപോലെ ഭവന നിർമ്മാണത്തിന് മംഗല്യ സഹായം എല്ലാം. പക്ഷെ 24 കോടി രൂപ കൊണ്ട് എത്ര പേർക്ക് കൊടുക്കാൻ ഒക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാൽ. അപ്പൊ ഇതെല്ലാം നമ്മൾ നേരിടുന്ന അവഗണനയാണ്. ഇതിനെതിരെ നമ്മൾ ശക്തമായി പ്രതികരിക്കണം. നമ്മൾ ശക്തമായി തെരുവിലിറങ്ങി സമരം ചെയ്യണമെന്നില്ല. നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം ആലോചിച്ച് നമുക്ക് എവിടെ നമുക്ക് കൊടുക്കാനൊക്കെ അവിടെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതിന് നമ്മളൊരു സംഘടിത ശക്തിയായി തന്നെ മാറണം. മാറിയേ തീരുള്ളൂ. നമുക്ക് ആരുടെയും പിടിച്ചടക്കാനോ രാജ്യം മുഴുവൻ ഭരിക്കാനോ അല്ല. നമ്മുടെ വരും തലമുറയ്ക്ക് അവർക്ക് അവരുടെ അവകാശങ്ങൾ നിലനിർത്തി കൊടുക്കാനും, നമ്മുടെ ഇടയിലുള്ള പാവപ്പെട്ടവർക്ക് ഈ നാട്ടിൽ ഉള്ള അവകാശങ്ങൾ കൊണ്ട് ജീവിക്കാനും, നമ്മുടെ ആചാര സംരക്ഷണത്തിനും നമ്മുടെ സംസ്കാരവും നമ്മുടെ മര്യാദകളും എല്ലാം സംസ്കരിച്ച് നമ്മൾ നിലനിർത്തിക്കൊണ്ട് ഇവിടെ നമുക്ക് അന്തസ്സായിട്ട് ജീവിക്കാനും നമ്മളൊരു സംഘടിത ശക്തിയായി മാറും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ചവിട്ടി മിതച്ചു കളയും ഈ രാജ്യം. അപ്പം അതിനെ നമ്മൾ ഓരോരുത്തരും തയ്യാറാകും. അതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ സംവിധാനങ്ങളുമുണ്ട്. അത് നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമേ. നേതൃത്വമുണ്ട്. ഇപ്പം മലബാർ പ്രദേശ് തലശ്ശേരി താലൂക്ക് NSS യൂണിയനുണ്ട്, തൊട്ടപ്പുറത്ത് കണ്ണൂരുണ്ട്, തൊട്ടപ്പുറത്ത് തളിപ്പറമ്പുണ്ട്, കോഴിക്കോടുണ്ട്, എല്ലായിടും ഉണ്ട്. കാസർഗോഡുണ്ട്, ഹോസ്ദുർഗുണ്ട്. ഇപ്പം എല്ലാ സംഘടനാ സംവിധാനവും നിങ്ങളുണ്ട്.
നമ്മളത് പ്രയോജനപ്പെടുത്തി നമ്മളൊരു വലിയ ഒരു സംഘടിത ശക്തിയായിട്ട് മാറണം. അതിന് നമ്മൾ തയ്യാറാവണം. വനിതാ ശാക്തീകരണത്തിന് നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും സാമ്പത്തികമായിട്ട് ഭദ്രത കൈവരിക്കാനാണ് ബഹുമാന്യായ ജനറൽ സെക്രട്ടറി സ്വയം സഹായ സംഘങ്ങൾ രൂപം കൊടുത്തത്. നമുക്കിന്ന് സർക്കാർ ജോലിയില്ലെങ്കിൽ എന്താ, സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാം. ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ എന്താ ആവശ്യം? ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം സാമ്പത്തികമാണ്. നമ്മളൊരു ധനകാര്യ സ്ഥാപനത്തിൽ പോയാൽ സാമ്പത്തികം വേണമെങ്കിൽ ഒന്നീ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജാമ്യം കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ വസ്തു ജാമ്യം കൊടുക്കണം. ഇത് ഒരു ജാമ്യവും കൊടുക്കണ്ട. നിങ്ങളുടെ കരയോ പരിധിയിൽ ഒരു സംഘം രൂപീകരിക്കുക, താലൂക്ക് NSS യൂണിയനെ സമീപിക്കുക, ഒരു പ്രോജക്റ്റ് തയ്യാറാക്കുക. എത്ര ലക്ഷം വേണോ, 5 ലക്ഷമോ 10 ലക്ഷമോ 20 ലക്ഷമോ എത്ര ലക്ഷം വേണോ, താലൂക്ക് മന്ദം സോഷ്യൽ സർവീസ് സൊസൈറ്റി വഴി ഒരു ജാമ്യവും ഇല്ലാതെ ഒരു പാഴ്ചലവും ഇല്ലാതെ നിങ്ങൾക്ക് ലഭ്യമാക്കും. അതിനുള്ള സംവിധാനമുണ്ട്. നേരത്തെ എന്നോട് ബഹുമാനായ പ്രസിഡന്റ് പറഞ്ഞു ഒരു കരയോഗത്തിൽ 5 സംഘങ്ങളുണ്ട്. അത് പക്ഷെ നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ വിവിധ ഒട്ടനവധി സ്വയം തൊഴിൽ സംരംഭം, ഇന്ന് നമ്മുടെ സംസ്ഥാനം ഒരു വികസനത്തിന്റെ പാതയിലാണ്. നമുക്ക് പല സംരംഭങ്ങളും തുടങ്ങാം. നമ്മളത് തുടങ്ങാൻ തയ്യാറാണ്. നമ്മളത് പ്രയോജനപ്പെടുത്തണം. സാമ്പത്തിക ഭദ്രത കൈവരിക്കണം. നമുക്ക് കുറച്ച് സാമ്പത്തികമില്ല ഉണ്ടെങ്കിൽ പോലും കൂടുതൽ സാമ്പത്തികം കൊണ്ട് ദൂഷ്യമൊന്നുമില്ല. കൂടുതൽ സാമ്പത്തികം ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കാം. ഇന്നിവിടെ വിദ്യാഭ്യാസ എൻഡോമെന്റുകൾ വിതരണം ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ ഒട്ടനവധി കുട്ടികളുണ്ട് വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നു. അവരെല്ലാവരെയും നമുക്ക് സഹായിക്കാം. മംഗല്യ സഹായം, വിവാഹം നടത്തി കൊടുക്കാൻ സഹായിക്കാം. ചികിത്സ, ഇന്ന് ആരോഗ്യ മേഖല വലിയൊരു വെല്ലുവിളിയാണ്. പലതരത്തിലുള്ള അസുഖം, ചെലവേറിയ അസുഖങ്ങളാണ്. അവിടെ നമുക്ക് ചികിത്സാ സഹായം നൽകാം. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചാൽ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ഈ സമുദായം വലിയ ഒരു ശക്തിയായി മാറുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ അങ്ങനെ മാറണം. നമ്മൾ ആ രീതിയിൽ തന്നെ ചിന്തിക്കണം, പ്രവർത്തിക്കണം. നമുക്കതിനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അതിന് നിങ്ങളെല്ലാവരും മുന്നോട്ട് വരണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ വളരെ വിനീതമായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മൾ ഒരു കുറവും വിചാരിക്കേണ്ട. നമ്മളാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ മതേതര സംഘടന നായർ സർവീസ് സൊസൈറ്റിയാണ്. ഏറ്റവും വലിയ മതേതര സ്വഭാവമുള്ള നേതാവ് ബഹുമാനായ ശ്രീ ജി സുകുമാരൻ നായരാണ്. ഞങ്ങൾക്ക് അടുത്ത് നിന്ന് പ്രവർത്തിക്കുന്ന എനിക്ക് ഉദയഭാനുവിനും എല്ലാം അറിയാം. അത് നമുക്ക് പരസ്യമായിട്ടത് പറയാനൊക്കില്ല. അദ്ദേഹം ഒരിക്കലും മതേതരം, സാമൂഹ്യ നീതി, ജനാധിപത്യം ഇത് മൂന്നും ഉറക്കെ പിടിച്ചുകൊണ്ടാണ് മഹാനായ ശ്രീ മന്നത്ത് പത്മനാഭൻ തെളിയിച്ച പാതയിൽ കൂടി ഈ മഹത്തായ സംഘടനയെ ഇന്നും നയിച്ചുകൊണ്ട് പോകുന്നു. പലരും പല അഭിപ്രായങ്ങളും പറയും. പക്ഷെ ഞങ്ങൾ അടുത്തു നിന്ന് പ്രവർത്തിക്കുന്നവർക്ക് നമുക്കറിയാം അദ്ദേഹം മതേതരം പറയുകയല്ല, പ്രാവർത്തികമായി നടപ്പാക്കുന്ന ഏറ്റവും വലിയ നേതാവാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി. അപ്പം നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് പഴയ ആ പ്രതാപം നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും. അതിനെല്ലാവരും മുന്നോട്ട് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്രയും വലിയൊരു മഹാസമ്മേളനം സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റിനെ, എൻ്റെ ഭാരവാഹികളെ എല്ലാം ഒരിക്കൽ കൂടി പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട്, ഇവിടെ നിങ്ങളുടെ എല്ലാം സഹകരണം കൊണ്ടാണല്ലോ ഇതൊരു മഹാസമ്മേളനമായി മാറിയത്. നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ വന്നും ചേർന്ന് മലബാർ പ്രദേശ് ആദ്യമായിട്ട് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം നൽകിയ എൻ്റെ പ്രിയ സുഹൃത്ത് ഉദയഭാനുവോടും തലശ്ശേരി താലൂക്ക് NSS യൂണിയൻ ഭാരവാഹികളോടും കരയോഗങ്ങളോടും എല്ലാം എനിക്കുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി തലശ്ശേരി താലൂക്ക് NSS യൂണിയൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളും മേഖലാ സമ്മേളനവും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് നായർ സർവീസ് സൊസൈറ്റിയെയും സമുദായത്തെയും കാത്തു സൂക്ഷിച്ച ഒരു വലിയ മനുഷ്യനാണ് സമുദായാചാര്യൻ ശ്രീ മന്നത്ത് പത്മനാഭൻ. ഇപ്പോഴും അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട് എന്നാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനത്തോടൊപ്പം ഉണ്ട് എന്നാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത് മാത്രമല്ല നമ്മുടെ അനുഭവം അത് തന്നെയാണ്. സാമൂഹ്യ, സാംസ്കാരിക, വിദ്യാഭ്യാസ മേഖലകളിൽ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർക്കും മറ്റിതര സമുദായങ്ങൾക്കും
അസൂയ തോന്നുന്ന രീതിയിൽ സാമുദായിക പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് വളരെ ശക്തമായ രീതിയിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമുദായം നേരിടുന്ന വെല്ലുവിളികളെ അതിസമർത്ഥമായി നേരിടുവാനും കൂടുതൽ ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ അഭിമുഖീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് സാധിക്കുന്നു. സംഘടനാ രംഗത്ത് നമുക്ക് വളരെ ശക്തമായ രീതിയിലുള്ളതായ പ്രവർത്തനമാണ് നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നത്. നമ്മുടെ നേതാക്കന്മാരെല്ലാം തന്നെ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കെതിരായും മറ്റിതര സമുദായത്തിൽപ്പെട്ട നേതാക്കന്മാർക്കെതിരായും പല രീതിയിലുള്ള അപവാദ പ്രചരണങ്ങളും സാമ്പത്തിക ഇടപാടുകളും ഉണ്ടാകുമ്പോൾ നായർ സർവീസ് സൊസൈറ്റിയുടെ നേതാക്കന്മാരെ കുറിച്ച് ഒരു ചെറുവിരൽ അനക്കാൻ പോലും സാധിക്കുന്നില്ല എന്നുള്ളത് നമുക്കൊക്കെ ഈ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാനുള്ളതായ ഊർജം ഒന്ന് പ്രത്യേകതയാണ്. ശ്രീ സംഗീത് കുമാർ സാർ, അദ്ദേഹം ഇട്ട വസ്ത്രം ധന്യമായി അത്രശുദ്ധരാണ്. സംഗീത് കുമാർ സാറിനെ പോലെയുള്ള ആൾക്കാരാണ് നമ്മളെ നയിക്കുന്നത്. ആരാധ്യനായ ജനറൽ സെക്രട്ടറി സുകുമാരൻ സാർ ഒരു കളങ്കവോ മറ്റ് സമുദായങ്ങളെ കൊണ്ടോ ഇല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരെ കൊണ്ടോ ഒന്നും ഇവിടെയുള്ള ആൾക്കാരെ കൊണ്ടൊന്നും പറയിപ്പിക്കാതെ നമ്മുടെ സമുദായത്തിൻ്റെ ഉന്നമനം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് സമുദായങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് സാമുദായിക പ്രവർത്തനം വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുവാനാണ് അവരൊക്കെ നമുക്ക് ഗൈഡ് ലൈൻസ് തരുന്നത്. നമ്മെ സംബന്ധിച്ച് ഉള്ള പ്രശ്നം സംവരണമാണ്. നമ്മുടെ സമുദായവും സമൂഹവും ഒക്കെ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അതിനെന്ത് പ്രതിവിധി ഉണ്ടാകണം എന്നതിനെക്കുറിച്ചുമൊക്കെ ആരാധ്യനായ നായർ സർവീസ് സൊസൈറ്റിയുടെ ഉപാധ്യക്ഷൻ നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു. എന്നിരുന്നാലും ഈ സംവരണത്തെക്കുറിച്ച് നമുക്ക് വലിയ വേവലാതി ഇല്ലായില്ല. നമ്മുടെ കുട്ടികൾ കോളേജുകളിലും മറ്റും പഠിച്ച് 92% മാർക്ക് കിട്ടി ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാൻ സാധിക്കാതെ വരുമ്പോൾ ഏറ്റവും ചെറിയ മാർക്കിൽ സംവരണത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ കുട്ടികളെ പിന്നിലാക്കുന്ന ഒരവസ്ഥയാണ് കണ്ടുവരുന്നത്. ഭരണഘടനയനുസരിച്ച് സംവരണവും മറ്റാനുകൂല്യങ്ങളും ഇതര സമുദായങ്ങൾക്കോ മറ്റുള്ളവർക്കോ കൊടുക്കുന്നതിന് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുന്നതിന് നായർ സർവീസ് സൊസൈറ്റി ഒരിക്കലും എതിർത്തിട്ടില്ല. പക്ഷെ ഒരു നിശ്ചിത ശതമാനം സംവരണം പാവപ്പെട്ടവർക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ നായർ സർവീസ് സൊസൈറ്റിയും സമുദായവും ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കും സംവരണം ലഭിക്കുന്നവർക്കും എതിരാണ് എന്ന് പ്രചരിപ്പിക്കുകയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി സുപ്രീം കോടതി അത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സംവരണത്തെക്കുറിച്ചുള്ള പല പ്രശ്നങ്ങളും കോടതിയിൽ വന്നപ്പോൾ കോടതി തന്നെ വാക്കാൽ പറയുകയുണ്ടായി, സംവരണം സാമ്പത്തികത്തിൻ്റെ അടിസ്ഥാനത്തിലാവണമെന്ന്. സമുദായാചാര്യൻ ജീവിച്ചിരിക്കുന്ന ആ കാലം തൊട്ട് സർവീസ് സൊസൈറ്റി ആഗ്രഹിച്ചു വരുന്നൊരു കാര്യമാണ് സാമ്പത്തിക സംവരണം. എന്തു തന്നെയായാലും സമീപഭാവിയിൽ നമ്മുടെ കുട്ടികൾക്ക് അതിൻ്റെ ആനുകൂല്യം സാമ്പത്തിക സംവരണം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നായർ സമുദായം ശക്തി പ്രാപിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. എന്തിന് ശക്തി പ്രാപിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ ഉപാധ്യക്ഷൻ ശ്രീ സംഗീത് കുമാർ സാറിയോ വളരെ വിശദമായി സംസാരിച്ചിരിക്കും. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. സമുദായത്തിൻ്റെ അടിത്തട്ടിലുള്ളവർ ഈ സമുദായങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് സമുദായത്തെ സർവീസ് സൊസൈറ്റിയോടുകൂടി അടുപ്പിച്ചുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ കരയോഗങ്ങളിലൂടെ താലൂക്കുകളിലൂടെ നിങ്ങൾ ശ്രമിക്കണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഇന്നിവിടെ എൻഡോമെൻറ്റിന് രൂപം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടു. ഞാൻ ആദ്യം സൂചിപ്പിച്ച കണ്ണൂർ താലൂക്ക് യൂണിയൻ നായർ മഹാസമ്മേളനത്തിൽ ഞങ്ങൾ പെട്ടെന്ന് ഒരു 10-15 ദിവസം കൊണ്ടാണ് നമ്മുടെ സമുദായത്തിലെ അടിത്തട്ടിലുള്ളവർ എൻഡോമെൻറ്റ് നൽകണം എന്നതിനെക്കുറിച്ചൊരു ഒരു ഫോർമുല ഉണ്ടാക്കിയത്. അതനുസരിച്ച് നമ്മുടെ നായർ മഹാസമ്മേളനത്തിന് എൻഡോമെൻറ്റ് ക്ഷണിച്ചപ്പോൾ എൻഡോമെൻറ്റ് നമ്മൾ കുറച്ച് ആൾക്കാർ കണ്ടപ്പോൾ നമുക്കന്ന് 6,22,000 രൂപ നമുക്ക് എൻഡോമെൻറ്റ് ഇനത്തിൽ നമുക്ക് ലഭിക്കുകയുണ്ടായി. ചങ്ങനാശ്ശേരി നേതൃത്വം ഭവന സഹായമായും ചികിത്സാ സഹായമായും
അല്ലെങ്കിൽ വിവാഹ സഹായമായും സ്കോളർഷിപ്പുമായും ഒക്കെ നൽകുന്നുണ്ടെങ്കിലും എല്ലാം ചങ്ങനാശ്ശേരി നേതൃത്വത്തിൻ്റെ മേൽ നമ്മൾ ഇടാതെ താലൂക്ക് യൂണിയൻ നല്ലൊരു എൻഡോമെൻറ്റിന് രൂപം കൊടുത്തുകൊണ്ട് ആ എൻഡോമെൻറ്റിൻ്റെ പലിശ വർഷം തോറും എടുത്തുകൊണ്ട് ആരാണ് നമുക്ക് അവരുടെ മാതാപിതാക്കളുടെ പേരിലാണെങ്കിൽ അവരെ സ്മരിച്ചുകൊണ്ട് നമുക്ക് വർഷം തോറും ആ എൻഡോമെൻറ്റിൻ്റെ പലിശ ആ കുട്ടികൾക്ക് കൊടുത്താൽ നമുക്ക് വലിയ പുണ്യമായി തീരുമെന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല. നമുക്ക് കഴിഞ്ഞ വർഷം കിട്ടിയ പൈസ പ്രാവശ്യം നമ്മൾ പ്രത്യേകം ഒരു എൻഡോമെൻറ്റിന് രൂപം കൊടുത്തുകൊണ്ട് അതിൻ്റെ പലിശ എടുത്തുകൊണ്ട് കുറേ കുട്ടികളെ 45 കുട്ടികളെ നമുക്ക് കൊടുക്കാൻ സാധിച്ചു എന്നത് ആ കുട്ടികൾക്ക് ആ പൈസ വാങ്ങിക്കുമ്പോൾ ഉണ്ടാകുന്നതായ ആ മനസ്സിൻ്റെ സന്തോഷം ഒരു പ്രത്യേകതയാണ് എന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല. ആദ്യമായാണ് ഞാൻ നായർ സർവീസ് സൊസൈറ്റിയിൽ നിന്നും ഒരു സ്കോളർഷിപ്പ് വാങ്ങിക്കുന്നതിൽ എൻഡോമെൻറ്റ് വാങ്ങിക്കുന്നത് എന്ന് 1-2 കുട്ടികൾ പറഞ്ഞപ്പോൾ യൂണിയനും ഉണ്ടായ സന്തോഷം ഏറെ വലുതാണ് എന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല. ഞാൻ ദീർഘിക്കുന്നില്ല. ഇവിടെ തളിപ്പറമ്പ് താലൂക്ക് യൂണിയൻ്റെ അധ്യക്ഷൻ വളരെ വിശദമായി അനുഗ്രഹ പ്രഭാഷണം ഇവിടെ നടത്തുന്നതാണ്. സർവീസ് സൊസൈറ്റി വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ മേഖലയിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കണം എന്ന് മാത്രമാണ് എനിക്കിന്ന് പറയുവാനുള്ളത്. നായർ സർവീസ് സൊസൈറ്റിയും സമുദായത്തെയും എപ്പോഴും ചൈതന്യത്തോടെ നയിക്കാൻ ശക്തിയും കരുത്തും പകരുന്നതാണ്. സമുദായാചാര്യൻ ശ്രീ മന്നത്ത് പത്മനാഭൻ്റെ അനുഗ്രഹം നിങ്ങൾക്കും ഈ മേഖലയിലെ എല്ലാവർക്കും ഉണ്ടാവണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി കണ്ണൂർ താലൂക്ക് യൂണിയൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. കുറിച്ച് ബോധ്യപ്പെടുത്തിയ അതിനപ്പുറത്ത് നായർ സർവീസ് സൊസൈറ്റിയുടെ സമരമേഖലകളിൽ അദ്ദേഹത്തിൻ്റെതായ വ്യക്തിത്വം കാണിച്ച് കേരളത്തിന് മുൻപിൽ നേതൃത്വ നിരയിൽ നിന്ന പ്രിയപ്പെട്ട കൗൺസിലംഗം കൂടിയായ ശ്രീ സംഗീത് കുമാർ സർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, കാരണം വളരെ ഹ്രസ്വമായ ഭാഷണമാണ് എൻ്റെ അടുത്ത് ഉണ്ടാകുക എന്നുള്ളത് കൊണ്ട് എല്ലാവരെയും സൂചിപ്പിക്കാൻ ഞാൻ വേദി ഉപയോഗിക്കുന്നില്ല. വളരെ മനോഹരമായി നേരത്തെ രാമകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ദിനേശ് ഓഡിറ്റോറിയത്തിൽ നിറഞ്ഞു കവിഞ്ഞ ആയിരക്കണക്കിന് ജനങ്ങളുടെ നായന്മാരുടെ മഹാസമ്മേളനം പോലെ തലശ്ശേരിയുടെ ഒത്തനടുവിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ പതാക ഉയർത്തിയ മനോഹരമായ ഒരു സമയമാണ് നമ്മളൊക്കെ കേൾക്കുന്നത്, കാണുന്നത്. അതിന് കാരണഭൂതരായ തലശ്ശേരി നേതൃത്വത്തിന് തളിപ്പറമ്പ് താലൂക്ക് യൂണിയന്റെ എല്ലാവിധ ആശംസകളും ആദ്യം തന്നെ അറിയിക്കുന്നു. അതോടൊപ്പം നായർ സർവീസ് സൊസൈറ്റി എന്ന സംഘടനയുടെ നമുക്ക് ഓരോരുത്തർക്കുമുള്ള പങ്ക് എന്താണ് എന്ന ഒറ്റ ഭാഷണം കൊണ്ട് ഞാൻ നിർത്തും. കാരണം ഇതിനു ശേഷം ഇനിയും ഒരുപാട് പേർ സംസാരിക്കാനുണ്ട്, കലാപരിപാടികളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാതെ പോകുന്നത് ഈ മഹാജനത്തിന് മുൻപിൽ ഞാൻ ചെയ്യുന്ന തെറ്റാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് അത് മാത്രം ഞാൻ സൂചിപ്പിക്കാം. നേരത്തെ സർ സൂചിപ്പിച്ചതുപോലെ നായർ സർവീസ് സൊസൈറ്റി എന്ന സംഘടന വളരെ ശക്തമായി പ്രാപിക്കുമ്പോഴും നാം തിരിച്ചറിയേണ്ടുന്ന ഒന്ന്, നമ്മുടെ ഈ കുടുംബ മഹാസമ്മേളനത്തിൽ, മേഖലാ സമ്മേളനങ്ങളിൽ നമ്മുടെ വീട്ടിലെ എത്ര കുടുംബാംഗങ്ങളെ പൂർണ്ണമായി പങ്കെടുപ്പിക്കാൻ നമുക്ക് സാധിച്ചു എന്ന ഒരു തിരിച്ചറിവ് നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഈ വേദി വിട്ടുപോകുമ്പോൾ ഉണ്ടാകണം. വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ ഇതിന്റെ ചെമ്പൊടികൾ ഉയരാൻ, ഈ കൊടികൾ പതാക ഉയർത്താൻ ശക്തരായ നേതൃത്വം ഉണ്ടാകേണ്ടുന്ന ഉത്തരവാദിത്വമുണ്ട്. ബഹുമാന്യനായ മന്നത്താചാര്യൻ നമുക്ക് നൽകിയ നേതൃത്വം ഇന്ന് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഏത് ദുഷ്ടശക്തികൾക്ക് മുൻപിലും അല്ലെങ്കിൽ നായർ സമുദായത്തെ ഇടിച്ചു താഴ്ത്തുന്ന ഏത് വാക്കുകൾക്ക് മുൻപിലും നെഞ്ചു വിരിച്ചുകൊണ്ട് നായർ സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി സമാരാധനായ ജി സുകുമാർ നായർ സർ നമുക്ക് വേണ്ടി കേരളത്തിൽ നിന്നല്ല നമ്മുടെ രാജ്യത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കഴിവിന്റെ ഫലമായി 2012 നവംബർ മാസം 8-ാം തീയതി കേരളം എന്ന സംസ്ഥാനത്ത് ഇന്ത്യയിൽ ആദ്യമായി മുന്നോക്ക സമുദായ കോർപ്പറേഷൻ, ക്ഷേമ കോർപ്പറേഷൻ എന്നൊരു കമ്പനി കോർപ്പറേഷൻ രൂപീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായി 164ഓളം വരുന്ന മുന്നോക്ക സമുദായത്തെ കുറിച്ച് കേരള ഗവൺമെന്റിനെ കൊണ്ട് നീതിന്യായ വ്യവസ്ഥയുടെ ശക്തിയോടുകൂടി അത് പ്രതികരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ നമുക്ക് വഴികാട്ടി തരുവാൻ അദ്ദേഹം ഇന്നും നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ വരാൻ പോകുന്ന കാലത്ത് ഈ സംഘടനയുടെ ചുക്കാൻ പിടിക്കാൻ നമ്മുടെ വരും തലമുറകൾ ഉണ്ടാകണം. കാരണം ചരിത്രങ്ങൾ നായർ സർവീസ് സൊസൈറ്റി പഠിപ്പിക്കുന്നതാണ്. അന്ധവിശ്വാസങ്ങൾക്ക് വേണ്ടിയല്ല നായർ സർവീസ് സൊസൈറ്റി നിന്നത്. പക്ഷെ നാം കുടികൊള്ളുന്ന പരമ്പരാഗതമായി നമുക്ക് ലഭിച്ചിരുന്ന വിശ്വാസങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് അതിനെ എതിർക്കുന്നവർക്ക് മുൻപിൽ ശക്തമായ പ്രവർത്തനങ്ങളിലൂടെ അതിന് കാണിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് കിട്ടിയ സമാരാധനായ ഉദ്ഘാടകൻ ആലോചിച്ചു നോക്കും. ഞാൻ നേരത്തെ സാറോട് സൂചിപ്പിച്ചതാണ്, തിരുവനന്തപുരത്ത് നാമ സങ്കീർത്തന ഘോഷയാത്രയോടെ ഗണപതിയെ മോശമാക്കിയ സമയത്ത് ജനറൽ സെക്രട്ടറിയുടെ
ആഹ്വാനപ്രകാരം ആയിരക്കണക്കിന് നായന്മാരെ നിലനിർത്തിക്കൊണ്ട് തിരുവനന്തപുരത്ത് നായന്മാരുടെ ശക്തി കാണിച്ച മഹാപ്രഭാവനായ ഒരു നേതാവിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇന്ന് ഉദ്ഘാടനത്തിന്. അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയിലൂടെ, ജനറൽ സെക്രട്ടറിയുടെ പ്രവർത്തന ശൈലിയിലൂടെ, നായർ സർവീസ് സൊസൈറ്റി എന്ന സംഘടന നമുക്ക് നൽകിയ കരുത്തിലൂടെ വരാൻ പോകുന്ന കാലത്ത് നമ്മുടെ മക്കളെ ഈ സംഘടനയുടെ ശക്തരാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. കാരണം ഇവിടെ എത്തിയവർ ഓരോരുത്തരും ശക്തമായ കരയോഗ പ്രവർത്തകരുടെ ഭാഗമാണ്. നമുക്ക് 5 പ്രധാനമായ വിഭാഗങ്ങളുണ്ട് നായർ സർവീസ് സൊസൈറ്റിക്ക്. 1 നായർ സർവീസ് സൊസൈറ്റിയുടെ കരയോഗമാണ്, 2 വനിതാ സമാജമാണ്, 3-ാമത്തേത് HR സെല്ലാണ്, ആധ്യാത്മിക സെല്ലാണ്, 4-ാമത്തേത് 5-ാമത്തേത് ബാലസമാജമാണ്. ഒരു വിളക്ക് നാം ഉദ്ഘാടനത്തിന് തിരികൊളുത്തുമ്പോൾ 5 തിരികൾ മിനിമം ഇടും. കാരണം അത് ഐശ്വര്യത്തിന്റെ ശക്തിയുടെ കൂട്ടായ്മയുടെ ഭാഗമാണ്. നായർ സർവീസ് സൊസൈറ്റി എന്ന സംഘടന ശക്തമാകണമെങ്കിൽ ഈ 5 വിഭാഗങ്ങളിലും ശക്തമാക്കാൻ നമുക്ക് സാധിക്കണം. നായന്മാർ പിറകോട്ട് പോകുന്ന മേഖലകൾ നേരത്തെ സൂചിപ്പിച്ചു. സർക്കാരുകൾ ജോലികൾ നമുക്ക് അന്യം നിൽക്കുന്നു. നമുക്കുള്ള നായന്മാർക്കുള്ള PSC എന്നത് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഈ 3-മാണ്. ആലോചിച്ച് നോക്കണം. നമുക്ക് PSC എന്നത് അപ്രാപ്യമായി കഴിഞ്ഞു. എന്തുകൊണ്ട്? ഇന്ന് മാതൃഭൂമിയുടെ പത്രം എന്ന മാതൃഭൂമിയുടെ 13-ാമത്തെ പേജിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഒരു അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇതര സമുദായങ്ങളുടെ അല്ല, സാമ്പത്തികമായ സംവരണത്തിന്റെ സാമൂഹികമായ പശ്ചാത്തലം ഇന്ന് പറയുമ്പോഴും 50, 60, 70 വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്തുള്ള കോമളവിലാസം ഇൻഡസ്ട്രീസ് ഉദ്ഘാടനം ചെയ്യുന്ന സമയം അന്ന് സമാരാധ്യനായ മന്നത്ത് പത്മനാഭൻ ആദ്യമായി ഗവൺമെന്റിന്റെ പ്രതിനിധികളോട് ആവശ്യപ്പെട്ടത് ഇവിടെ ജാതി സംവരണം മാറ്റി സാമ്പത്തിക സംവരണം ഉണ്ടാകണമെന്നാണ്. അന്ന് ഗവൺമെന്റ് പ്രതിനിധികളുണ്ട്. അദ്ദേഹം വീണ്ടും പ്രസംഗിച്ചു, ഗാന്ധിജി വിഭാവനം ചെയ്ത രാജ്യം ഉണ്ടാകണമെങ്കിൽ സാമ്പത്തികമായ സംവരണം ഉണ്ടാകണം, അതിന് ഈ ഗവൺമെന്റിന്റെ പ്രതിനിധികൾ തയ്യാറാകണമെന്ന് അന്ന് ആഹ്വാനം ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് 2012-ലെങ്കിലും അതിന്റെ പിന്തുണ സർക്കാർ എന്ന രീതിയിൽ സമാരാധനായ ജനറൽ സെക്രട്ടറിമാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, നമ്മുടെയൊക്കെ കരുത്തുകൾ കൊണ്ട് നമുക്ക് 10% സംവരണം ജോലിയിൽ കിട്ടാൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞത്, നമ്മൾ ഓരോരുത്തരും ശക്തമായി ഉണരേണ്ടുന്ന കാലമുണ്ട്. ഇന്ന് എനിക്ക് മുമ്പിൽ ഇരിക്കുന്ന അമ്മമാരുടെ മുൻപിൽ എത്ര മക്കൾ പറഞ്ഞിട്ടുണ്ടാകും, നായരായി പോയല്ലോ അമ്മേ, കഷ്ടമാണ് എന്ന്. അത് മാറ്റിവെച്ചുകൊണ്ട് അഭിമാനത്തോടുകൂടി ഞാൻ നായരാണ് എന്ന് പറയുന്ന സമൂഹത്തിന് മുമ്പിലേക്ക് പറയാൻ കഴിയുന്ന ചങ്കുറ്റമുള്ള മക്കളെ വളർത്തിയെടുക്കുവാൻ ഈ കരയോഗത്തിന്റെ ഭാരവാഹികൾക്ക് സാധിക്കണം, പ്രവർത്തനങ്ങൾക്ക് സാധിക്കണം. നമ്മുടെ മുൻപിൽ ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു അമ്മ വഴി പോകുന്നുണ്ടായിരുന്നു. അമ്മയോട് ഇവിടെ എന്താ പരിപാടി എന്ന് ഞാൻ പറഞ്ഞു, നായർ മഹാസമ്മേളനമാണ്. അത്രയ്ക്ക് ആളുണ്ടോ എന്ന്. ഈ പറയുന്ന ജനങ്ങൾക്ക് മുൻപിൽ ഇത്രക്കല്ല, ഇതിനപ്പുറത്ത് ലക്ഷക്കണക്കിന് ജനങ്ങളെയും നായന്മാരെയും സമൂഹത്തിൽ ഇറക്കുവാൻ കഴിവുള്ള സംഘടനയാണ് നായർ സർവീസ് സൊസൈറ്റി എന്നും അതിന് സമാരാധ്യനായ ഒരു ജനറൽ സെക്രട്ടറി ശക്തമായ വൈഭവത്തോടുകൂടി നമ്മളോടൊപ്പം ഉണ്ട് എന്നും നായർ സമുദായത്തെ ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ കുറ്റം പറയുന്നവർക്ക് മുൻപിൽ ശക്തമായ മറുപടി നൽകുവാൻ ഞങ്ങൾക്കൊരു നേതാവുണ്ട് എന്നും കാണിക്കാൻ ഈ നായർ സർവീസ് സൊസൈറ്റിയുടെ തലശ്ശേരി മേഖലയിലെ മുഴുവൻ കരയോഗങ്ങൾക്കും അമ്മമാർക്കും ബാലസമാജത്തിന്റെ പ്രവർത്തകർക്കും സാധിക്കണം. അതിനുള്ള ഏറ്റവും വലിയ ശക്തമായ വഴിയാണ് ആധ്യാത്മിക സെല്ലും അതോടൊപ്പം HR സെല്ലുകളും ഒക്കെ. കരയോഗത്തിന്റെയും വനിതാ സമാജത്തിന്റെയും സമൂഹത്തിൽ ഒട്ടനവധി ചെയ്യുവാൻ കഴിയുന്ന അമ്മമാർക്കാണ്. അതുകൊണ്ടാണ് നാം കുടുംബിനി എന്നും ഗൃഹലക്ഷ്മി എന്നും ഒക്കെ പറയുന്നത്. അതൊക്കെ ഇപ്പൊ TV കയറി. കാരണം ഇപ്പൊ കുടുംബിനി കാണണമെങ്കിൽ TV കാണണം, അല്ലെങ്കിൽ ഗൃഹലക്ഷ്മി കാണണമെങ്കിൽ TV കാണണം. ആ സീരിയലുകളിൽ നിന്ന് മാറിക്കൊണ്ട് നമ്മുടെ അമ്മമാർ മക്കളെ വളർത്തുന്ന രീതികളിൽ മാറ്റമുണ്ടാകണം. അവർ മതങ്ങളെയും സമുദായത്തെയും അല്ല, നായരിൽ അഭിമാനിക്കുന്ന ഒരു കാലഘട്ടമുള്ള മക്കളെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കണം. നായർ സമുദായം എന്ത് നൽകിയെന്ന് ചോദിച്ചാൽ, അഭിമാനത്തോടെ ഈ ചെറുപ്രായത്തിൽ ഞാൻ നിങ്ങൾക്ക് മുൻപിൽ ഇരുന്ന നായർ സമുദായത്തെ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം നൽകിയത് നായർ സർവീസ് സൊസൈറ്റി എന്ന എന്റെ സംഘടനയാണ്, കരയോഗമാണ്, അതിന്റെ പ്രവർത്തനമാണ്. നമുക്കൊന്നും സാമ്പത്തികമായ സഹായം കിട്ടുന്നില്ല എന്ന പരാതി ഉണ്ടെങ്കിൽ കരയോഗം തിരിച്ചു ചിന്തിക്കണം, ഈ മഹത്തായ പ്രസ്ഥാനത്തിന് എനിക്കെന്ത് ചെയ്യുവാൻ കഴിയുമെന്ന്. മന്നത്താചാര്യൻ തന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചുണ്ടാക്കിയ സംഘടന, ആ സംഘടനയ്ക്ക് ഓരോ നിമിഷവും, നേരത്തെ ഞാനും സാറും സൂചിപ്പിച്ചു, കോവിഡ് സമയത്ത് പോലും ഒരു നിമിഷം പോലും പാഴാക്കാതെ നായർ സർവീസ് സൊസൈറ്റിയുടെ ഹെഡ് ഓഫീസിൽ ഇരുന്നു കൊണ്ട് ഈ സംഘടനയുടെ ഓരോ മിനിറ്റും നിയന്ത്രിച്ച ജനറൽ സെക്രട്ടറി. അങ്ങനെയുള്ള നേതൃത്വം അവിടെ അഭിമാനത്തോടെ നമുക്ക് സമൂഹത്തിൽ നിൽക്കണം. അതിന് കരയോഗം ഉണരണം, വനിതാ സമാജങ്ങൾ ഉയരണം, ബാലസമാജങ്ങൾ ഉണ്ടാക്കണം. അതോടൊപ്പം HR സെല്ലിലൂടെയും ആധ്യാത്മിക പഠന കേന്ദ്രങ്ങളിലൂടെയും മാറ്റങ്ങൾ വരുത്താൻ കഴിയണം. കാരണം സമൂഹത്തിൽ മാറ്റം ഉണ്ടാകണമെങ്കിൽ അമ്മമാർ മാറണം, അമ്മമാർ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ടാണ് മഹാഭാരതത്തിൽ പലപ്പോഴും ഞാൻ കോട്ട് ചെയ്യുന്നു, യഥോ ധർമ്മ സദോ ജയ, എവിടെയാണോ ധർമ്മമുള്ളത് അവിടെ ജയമുണ്ടാകട്ടെ എന്ന് 18 ദിവസം
ഈ യുദ്ധത്തിന് പോകുമ്പോഴും ദുര്യോധനൻ എന്ന പ്രിയപുത്രൻ ആ ഗാന്ധാരിയുടെ കാൽപാദത്തിൽ അനുഗ്രഹത്തിനായി വരുമ്പോഴും അമ്മ പറഞ്ഞത്, മോനെ നീ പോയിട്ട് ജയിച്ചു വരൂ എന്നല്ല, യഥോ ധർമ്മസ്തോജയ, എവിടെയാണ് ധർമ്മമുള്ളത് അവിടെ ജയമുണ്ടാകുമെന്ന് തലയ്ക്ക് കൈവച്ചുകൊണ്ട് തന്റെ മകന്റെ നാശമാണ് എന്നറിഞ്ഞിട്ട് പോലും അവനെ യാത്രയാക്കിയ ഗാന്ധാരിയുടെ ധർമ്മബോധം ഇന്നത്തെ അമ്മമാർക്കുണ്ട് എങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ MDMA-യിലും അല്ലെങ്കിൽ മയക്കുമരുന്നുകളിലും കിടന്നുറങ്ങുന്ന സമയത്ത് കത്തിവാളെടുത്ത് തലകൊത്തുന്നവരും നായന്മാരില്ല, അവരുണ്ടാകില്ല. കാരണം അവരുടെ അടിത്തറ ആധ്യാത്മികതയിൽ ഒതുങ്ങിയതാണ്. ആ ആധ്യാത്മികതയിൽ ഒതുങ്ങിയ സന്ധ്യാനേരത്ത് രാമനാമം ചൊല്ലിച്ചുകൊണ്ട് രാമന്റെയും സീതയുടെയും കഥ പറഞ്ഞു കൊടുത്തുകൊണ്ട് മഹാഭാരതത്തിൽ ധർമ്മയുദ്ധത്തിന്റെ കഥ പറഞ്ഞു കൊടുത്തുകൊണ്ട് തന്റെ മടിയിലിരുത്തി മക്കളെ വളർത്തിയ നായർ സമുദായത്തിന്റെ മക്കളാണ് ഇന്ന് രാജ്യത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് മേഖലയിലും ശക്തി പ്രാപിക്കുന്നത്. അവർക്ക് സംവരണം വേണമെന്നല്ല, പക്ഷെ കേരള ജനതയുടെ മൊത്തം ജനസംഖ്യയിൽ 26% വരുന്ന ഈ പറയുന്ന മുന്നോക്ക സമുദായത്തിൽ 90% പാവപ്പെട്ടവരാകുമ്പോൾ അവരെ ഉയർത്തേണ്ടുന്ന ഉത്തരവാദിത്വം, അവരെ കൂടെ നിന്നുകൊണ്ട് ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറയുന്ന ഉത്തരവാദിത്വം കരയോഗങ്ങൾക്കുണ്ട്, സംഘടനയ്ക്കുണ്ട്. അത് സംഘടന ചെയ്യുന്നു. പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാദേശികമായ രംഗത്ത്, പ്രാദേശികമായ സ്ഥലത്ത് നമ്മുടെ കൂട്ടായ്മകളിലൂടെ ശക്തി പ്രാപിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന നായന്മാരെ കൂട്ടിയിറക്കിക്കൊണ്ട് അവരെ ഒന്നിച്ചു കൂടി പിടിപ്പിച്ചുകൊണ്ട് മന്നത്താചാര്യൻ നമുക്ക് നൽകിയ മഹാപ്രസ്ഥാനം, ഈ മഹാശോഭ ഉയർത്താൻ നമുക്ക് ഇനി വരും നാളുകളിൽ സാധിക്കട്ടെ. അതിന് തുടക്കമാകാൻ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന തലശ്ശേരി താലൂക്ക് യൂണിയന്റെ ഈ മേഖലാ സമ്മേളനത്തിന്, മഹാസമ്മേളനത്തിന്, നായ സമ്മേളനത്തിന് സാധിക്കട്ടെ എന്ന് ആത്മാഭിമാനത്തോടുകൂടി അതിലേറെ സന്തോഷത്തോടുകൂടി തളിപ്പറമ്പ് താലൂക്ക് യൂണിയന്റെ അധ്യക്ഷൻ എന്ന രീതിയിൽ ആശംസിച്ചുകൊണ്ട് ഈ ഹ്രസ്വഭാഷണം നിർത്തുന്നു. JNSS. പേര് വിളിക്കുന്ന പുറക്കെ ബഹുമാന്യ വ്യക്തികൾ ഈ വേദിയിലേക്ക് കടന്നു വന്ന് എൻഡോമെന്റ് ബഹുമാനായ മുഖ്യ അതിഥി ശ്രീ സംഗീത് കുമാർ അവർക്ക് നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ എൻഡോമെന്റ് നമ്മുടെ താലൂക്ക് യൂണിയനിലെ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനത്തിലും മറ്റു ഭാവി ഭക്ഷണമാക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രത്യേക എൻഡോമെന്റ് ആണ്, പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ആർക്കെങ്കിലും നൽകാൻ മനസ്സുണ്ടെങ്കിൽ ഇപ്പോഴോ പിന്നീടോ നൽകാവുന്നതാണെന്ന് കൂടി അറിയിക്കും. ഒന്ന് നേരത്തെ പ്രഖ്യാപിച്ച എൻഡോമെന്റ് സ്വീകരണമാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. കല്ലൂർ കരയോഗത്തിൽ നിന്ന് നമ്മുടെ വനിതാ താലൂക്കിലെ വനിതാ സമിതി പ്രസിഡന്റ് മാലതി രാമേന്ദ്രൻ അദ്ദേഹത്തിന്റെ അഭിനന്ദനായ ഭർത്താവിന്റെ സ്മരണക്കായി നൽകുന്ന രാമനാഥ സ്മരണ നൽകുന്ന എൻഡോമെന്റ് ആദ്യം ഇവിടെ സ്വീകരിക്കുകയാണ്. വനിതാ യൂണിയൻ പ്രസിഡന്റാണ്, ഡോക്ടറാണ്. തലശ്ശേരിക്കാർക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു ആളല്ല ഡോക്ടർ രാധ. എല്ലാവർക്കും തലമുറകളായി പരിചയമുള്ള ഡോക്ടർ രാധ തലശ്ശേരി താലൂക്ക് യൂണിയനിൽ നെടുമ്പ്രം കരയോഗത്തിൽ നിന്ന് മറ്റൊരു എൻഡോമെന്റ് കൂടി തലശ്ശേരി താലൂക്ക് യൂണിയന് നൽകുകയാണ്. സംഗീത് കുമാർ ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഇത്തരമൊരു അനുമോദനം ഈ ഒരു മേഖലാ സമ്മേളനത്തിൽ നൽകുന്നത്. ഇതുപോലുള്ള വൈസ് പ്രസിഡന്റ് ശ്രീ വിജയരാഘവൻ സ്വീകരിക്കുന്നു ഉപഹാരം. രണ്ടാമത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രവർത്തനമാണ് അവർ കാഴ്ചവെച്ചിട്ടുള്ളത്. വേണ്ടി ഉള്ള ആൾക്കാരായാലും എല്ലാവരും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നതറിയാം. പക്ഷേ അതൊക്കെ സഹിച്ചുകൊണ്ട് നമ്മുടെ ഈ സമ്മേളനം വിജയമാക്കി തീർക്കാൻ എത്തിച്ചേർന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് അതിന് മുന്നിലും പിന്നിലും നിന്ന് പ്രവർത്തിച്ച ഓരോ കരയോഗ പ്രവർത്തകരെയും, കരയോഗ ഭാരവാഹികളെയും, അതുപോലെ തന്നെ വനിതാ സമാജം ഭാരവാഹികളെയും അനുമോദിക്കുന്നു, അതിനെ അഭിനന്ദിക്കുന്നു. കാരണം നമ്മുടെ ഇപ്പോൾ ഈ തലശ്ശേരി താലൂക്ക് എന്നല്ല, നമ്മുടെ താലൂക്ക് യൂണിയനായാലും കരയോഗത്തിലായാലും വനിതകളുടെ പ്രാതിനിധ്യമാണ് ഏറ്റവും കൂടുതലുള്ളത്. നമ്മുടെ തലശ്ശേരി താലൂക്കിൽ തന്നെ വിവിധ കരയോഗങ്ങളിൽ പ്രസിഡന്റും സെക്രട്ടറി ആയിട്ട് വനിതകളാണ്. അത് ഇനിയും മുന്നോട്ട് തുടർന്നു പോകും, പുരുഷാധിപത്യം കുറഞ്ഞു പോകുന്ന എനിക്കറിയില്ല. പക്ഷേ അവർ മുന്നോട്ട് വന്ന് ഇത് കരയോഗത്തിന്റെ ഭാരവാഹിത്വം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറയുകയും ആ കരയോഗം നല്ല രീതിയിൽ പോവുകയും ചെയ്യുന്നുണ്ട്, നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ സ്വാശ്രയ സംഘങ്ങളാണ് ഇതിന് ഏറ്റവും കൂടുതൽ വഴിവെക്കുന്നത്. സ്വാശ്രയ സംഘങ്ങൾ വഴി നമുക്ക് സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ നമ്മുടെ HOയിൽ നിന്നുള്ള നിർദ്ദേശമനുസരിച്ച്, ജനറൽ സെക്രട്ടറി നിർദ്ദേശമനുസരിച്ച് സ്വാശ്രയ സംഘം തുടങ്ങുകയും അതേസമയം നമുക്ക് ഓരോരുത്തർക്കും സാമ്പത്തിക ഭദ്രത ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പണ്ട് കാലത്താണെങ്കിൽ നമുക്ക് അച്ഛൻ്റെ കീശയിൽ നിന്നോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കീശയിൽ നിന്നോ അല്ലെങ്കിൽ സഹോദരൻ്റെ കീശയിൽ നിന്നോ തുണി ഒന്നുമില്ല കഴുകാൻ എടുക്കുമ്പോൾ പോലും
5-10 രൂപ കിട്ടുമായിരുന്നു. അത് നമുക്കൊരു മുതൽക്കൂട്ടായിട്ട് അവർക്കൊരു കൈ പൈസ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇന്ന് എല്ലാവരുടെ പൈസയും ഫോണിലാണ്. ഒറ്റ പൈസ ഒരു മനുഷ്യർക്ക് കിട്ടാനില്ല, ചോദിച്ച് വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്കൊരു നല്ലൊരു സാമ്പത്തിക പദ്ധതി ഉണ്ടാക്കാൻ കഴിയുന്നത് നമ്മുടെ സംഘങ്ങളിൽ കൂടിയാണ്. വനിതകൾക്ക് സ്വയം സഹായ സംഘങ്ങൾ വഴി ഇപ്പോൾ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം നമുക്ക് തലശ്ശേരി താലൂക്കിൽ വളരെ കുറച്ച് സംഘങ്ങൾ ലോണുകൾ എടുത്തിട്ടുള്ളൂ. എന്നാൽ പോലും 2 ലക്ഷം രൂപയോളം നമുക്ക് സബ്സിഡിയായി കിട്ടിയിട്ടുണ്ട്. ആ സബ്സിഡിയായി കിട്ടി അപേക്ഷിച്ച എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. കൂടാതെ 18,000 രൂപയാണ്. പക്ഷെ എനിക്ക് വളരെ തൃപ്തിയോടുകൂടി ചെയ്യാൻ പറ്റും. എനിക്ക് 5-6 കുടുംബങ്ങൾക്ക് നമുക്കൊരു വരുമാനം അവരെ കുടുംബം നടത്തുന്നത് അതിലൂടെയാണ്. ആ വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ പല കുടുംബങ്ങൾക്കും ഇങ്ങനെ ചെയ്യാൻ സാധിക്കും. സാറ് പറഞ്ഞ പോലെ സർക്കാർ ജോലിയല്ല, നമുക്ക് എന്ത് വന്നാലും നമുക്ക് സ്വയം നമുക്കൊരു ആത്മാർത്ഥതയും നമുക്ക് ഇറങ്ങി പ്രവർത്തിക്കാനുള്ള പ്രവൃത്തി ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്കത് വിജയപ്രദമായി കൊണ്ടുപോകാൻ സാധിക്കും. കൂടുതലൊന്നും പറയുന്ന സമയം വൈകി. എന്തായാലും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നമ്മുടെ സമ്മേളനത്തിന് സാറിൻ്റെ ഒരു സന്തോഷ വാർത്ത വേണം. തലശ്ശേരി താലൂക്ക് സമ്മേളനമല്ല, തലശ്ശേരി താലൂക്കിന്റെ സമ്മേളനം മേഖലാ സമ്മേളനമാണെങ്കിൽ പോലും തലശ്ശേരി താലൂക്കിന്റെ സമ്മേളനം മഹാസമ്മേളനം പോലെ തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു സന്തോഷ വാർത്ത തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും സന്തോഷമായിരുന്നത്. എല്ലാവർക്കും എല്ലാവിധ ആശംസ വെച്ചു ജഗദീശന്റെ ആചാര്യന്റെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും. നമ്മുടെ പരിമിതികളെ കുറിച്ചല്ല നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ കൂട്ടായ്മ ശക്തിപ്പെടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും. ഇതെല്ലാം ശാന്തി നടത്തുന്നത് നൽകുന്നത് ബഹുമാന്യനായ NSSന്റെ തലശ്ശേരി താലൂക്ക് യൂണിയൻ അധ്യക്ഷൻ MP ഉദയഭാനു അവர்கள் കാരണത്തോടുണ്ട്. താങ്ക് യു സർ. MP ഉദയഭാനു അവരുടെ അദ്ദേഹത്തിന് ഞാൻ ആദ്യമായി നമ്മുടെ മേഖലാ സമ്മേളന കമ്മിറ്റിയുടെ പേരിലും നമ്മുടെ എല്ലാ NSS കുടുംബാംഗങ്ങളുടെ പേരിലും തലശ്ശേരി കരയോത്തിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അടുത്തതായി നമ്മുടെ അയൽ താലൂക്കായ കണ്ണൂർ താലൂക്കിൻ്റെ പ്രസിഡന്റ് ശ്രീ AK രാമകൃഷ്ണൻ നമ്പ്യാരാണ്. നമ്മളെല്ലാവരും അദ്ദേഹത്തെ പറ്റി കേട്ടിട്ട് ഞാനും പലപ്പോഴും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതുവരെ കാണാൻ ഭാഗ്യമുണ്ടായിട്ടില്ല. ഏതായാലും നമ്മുടെ അഭ്യർത്ഥന സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന് അനുഗ്രഹ ഭാഷണം നടത്തിയ രാമകൃഷ്ണനും എൻ്റെ പേരിലും നമ്മുടെ കരയോത്തിൻ്റെ പേരിലും ഈ മേഖലാ സമ്മേളനത്തിൻ്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായി നമ്മുടെ തളിപ്പറമ്പ് താലൂക്ക് പ്രസിഡന്റ് നമ്മൾ ഇവിടെ വന്ന് നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് അത്യുജ്വലമായി ആദ്യം പറഞ്ഞ പോലെ 2 വാക്കേ പറയുന്ന പറഞ്ഞ്, പക്ഷേങ്കിൽ അത്യുജ്വലമായി ഒരു പ്രസംഗം നടത്തി നമ്മുടെ എല്ലാവരെയും കയ്യിലെടുത്ത ശ്രീ അഡ്വക്കേറ്റ് ഷജിത്ത് സാറിനും എൻ്റെ സ്വന്തം പേരിലും നമ്മുടെ കരയോത്തിൻ്റെ പേരിലും നമ്മുടെ മേഖലാ സമ്മേളനത്തിൻ്റെ പേരിലും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും ഞാൻ അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അവസാനമായി ഒരിക്കൽ കൂടി നമ്മുടെ കരയോത്തിൻ്റെ നമ്മുടെ ഈ ഈ മേഖലാ സമ്മേളനത്തിൻ്റെ ശക്തിയായി ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളോട് നന്ദി പറയാതിരിക്കാൻ വയ്യ. കാരണം 1ാമത്തെ മീറ്റിങ്ങിൽ തന്നെ ഞാൻ എൻ്റെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു, നമ്മുടെ സമ്മേളനം എന്താവും, എത്രത്തോളം എത്തിത്തീരുന്നുള്ള കാര്യം. പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ നമ്മൾ 3-4 മീറ്റിംഗ് നടന്നവരൊക്കെ പറഞ്ഞിരുന്നത് നമ്മുടെ ഈ മേഖലാ സമ്മേളനം മോശമാക്കാൻ പാടില്ല, ആയിപ്പോയാൽ പിന്നെ അതിന് യാതൊരു രക്ഷ കിട്ടില്ല എന്നാണ്. ഏതായിരുന്നാലും നമ്മളെല്ലാവരുടെയും അപേക്ഷ സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ കുടുംബാംഗങ്ങളായ നിങ്ങളെല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കരയോക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തിനിർഭരമായ ഗാനത്തിന് നൃത്തച്ചൂടുമായി രൂപ സത്യനാഥ്, ജയശ്രീ ബാബു, രേഷ്മ സുമേഷ്, ജിജ സൂരജ്, സിജ രവീന്ദ്രൻ, രാധിക രമേഷ്, ഷരീന വേണു, ജ്യോതി അനിൽ.
വേണുഗാനമോടെ
സത്യനാഥ് ജയശ്രീ ബാബു. ഓമനയായ
कर्णा पार्थसदृशनारिः कर्णा पार्थसदृशनारिः कर्णा पार्थसदृशनारिः कर्णा पार्थसदृशनारिः കാർമുകപാണികളിൽ നിർണയമിതു വാക്കിൽ മാത്രമല്ല
അങ്ങയെപ്പോലൊരു കർമ്മയോഗി ഞങ്ങളിലുണ്ടായില്ലെന്നോളം നിഷ്കാമൻ അങ്ങയെപ്പോലൊരു കർമ്മയോഗി ജേതാവേ പൗരുഷമൂർത്തിയ മന്നത്തു നേതാവേ വാഴ്ത്തപ്പെടേണ്ടവൻ നീ മന്നത്തു നേതാവേ വാഴ്ത്തപ്പെടേണ്ടവൻ നീ